السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. അള്ളാഹുവിൻ്റെ മഹത്തായ ഫള് കൊണ്ട് ഇൽമിൻ്റെ ഈ സദസ്സിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അള്ളാഹുവിനെ ഞാൻ വീണ്ടും സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. ഇതുപോലത്തെ മഹത്തായ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രയാസപ്പെട്ട സഹോദരന്മാരോട് പ്രത്യേകിച്ചും ഇതിൽ പങ്കെടുത്ത് ഭാഗവാക്കായ എല്ലാ സഹോദരിമാരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്ദി ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു അദബിൽപ്പെട്ടതാണ്. ലാ യഷ്കുരില്ലാഹ മല്ലാ യഷ്കുരിന്നാസ്. ആളുകൾക്ക് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കാൻ അവന് സാധിക്കുകയില്ല. ആളുകൾ നല്ല കാര്യങ്ങൾ ഏത് ചെയ്യുന്നുണ്ടെങ്കിലും നാം അവരോട് നന്ദി കാണിക്കണം, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടുമൊക്കെ. ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു പ്രയാസത്തിൽ അകപ്പെട്ട ബഹുമാന ആദരണീയരായ മറ്റ് രണ്ട് സ്വഹാബികളുടെയും മുറാറത്ത് ബിൻ റബീഉൽ അംരി, ഹിലാൽ ബിൻ ഉമയ്യത്തുൽ വാഖിഫി എന്ന് പറയുന്ന പ്രമുഖരായ ബദറിൽ പങ്കെടുത്ത ഈ സ്വഹാബികൾ രണ്ടുപേരും അവർക്കും ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു സംഭവം. മനഃപൂർവ്വമല്ലാത്ത നിലക്ക് നമുക്കൊക്കെ പലപ്പോഴും പിടിപെടുന്നത് പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അതിയായ താല്പര്യം, ആഗ്രഹമുണ്ടാകും. പക്ഷെ പിന്നീടാവാം, ചെയ്യാം, എനിക്കതിന് സൗകര്യമുണ്ട്, സമയമുണ്ട്, തസ്വീഫ് എന്ന് പറയും അറബിയിൽ, പിന്നെ എന്ന് പറയുന്നു. ഈ ഒരവസ്ഥ പിടികൂടുകയാണ് ചെയ്തത്. പക്ഷേ അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരം അള്ളാഹു അതിൽ കണ്ടുവച്ച വ്യക്തമായ ഹിക്മത്ത്, ലക്ഷ്യങ്ങൾ കാരണം അവർക്ക് ആ മഹത്തായ സൽക്കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കുറ്റബോധം അവരെ പിടികൂടി, മനസ്സിൻ്റെ എന്തെന്നില്ലാത്ത കുത്ത്. അങ്ങനെ ആ പറ്റിയതൊരു തെറ്റാണ്, വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൗബയുടെ കവാടങ്ങളിലാണ് അവരെത്തിപ്പെട്ടത്. അവരതിനെ സ്വീകരിച്ചത് സത്യം മാത്രം, തൗബ നസൂഹ എന്ന നിലക്ക്, ഒരു കളവും ചതിയും വഞ്ചനയുമില്ലാതെ കൃത്യമായി ആ തൗബയുടെ ശുറൂത്തുകൾ പാലിച്ചുകൊണ്ട് സത്യം മാത്രം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുക എന്നുള്ള തീരുമാനമെടുത്തു. അവർക്ക് അതിൻ്റെ പേരിൽ നമുക്ക് ഉൾക്കൊള്ളാനൊരു മനുഷ്യന് കഴിയാത്ത നിലക്കുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരായി. പക്ഷേ അവർ സത്യം മുറുകെ പിടിച്ചത് കാരണം ഖിയാമത്ത് നാൾ വരെ ബഹുമാന ആദരവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് ആദരിച്ച സംഭവം ഈ ഉമ്മത്തിന് വിവരം തന്ന പരിശുദ്ധ ഖുർആനിൽ കൂടെ. അതാണ് സംഭവം. അദ്ദേഹം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഈ സംഭവം ജീവിതത്തിൻ്റെ അവസാന സമയത്ത്, അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന മകനോട്, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന മകനോട് ഈ സംഭവം വിവരിക്കുകയാണ്.
ഇമാം ബുഖാരി, ഇമാം മുസ്ലിം പോലത്തെ പ്രമുഖരായ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഈ പറയുന്ന സംഭവം അവരുടെ സഹിഹായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഈ പറയുന്ന സംഭവം വിവരിച്ചിട്ടുണ്ട്. ഇന്നും ഉലമാക്കൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഈ സംഭവം ആളുകൾക്ക് വിവരിച്ചു കൊടുക്കലുണ്ട്. ധാരാളം പാഠങ്ങൾ, ഉത്ബോധനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള, ജീവിതത്തിൽ ഇതുപോലത്തെ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഒരു മുസ്ലിം എന്തായിരിക്കണം അവൻ്റെ സമീപനം, എങ്ങനെയായിരിക്കണം മുന്നേറേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇവരെക്കുറിച്ച് സൂറത്ത് തൗബയിൽ വിവരിച്ചതിൻ്റെ ശേഷം ആയാത്തുകൾ അവസാനിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, സത്യം പറയുന്നവരുടെ കൂടെയായിരിക്കണം നിങ്ങളെപ്പോഴും എന്നുള്ളതാണ്. ആയത്തുകളെ ഉപസംഹരിക്കുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ ആ സംഭവം അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് ചെറിയ നിലക്ക് ഒന്ന് പറഞ്ഞ് കേൾക്കാൻ, നമുക്കതിലുള്ള പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, മാതൃകയാക്കാൻ അവരെ, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹദീസിൻ്റെ പണ്ഡിതനായ മുഹമ്മദ് ഇബ്നു ശിഹാബ് സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഈ സംഭവം വിവരിക്കുന്നത് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹ് മുസ്ലിമിൽ പറഞ്ഞ ആ റിവായത്താണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇമാം സുഹരി പറയാണ്, ഖാല സുമ്മ ഗസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗസുവത തബൂക്ക്. തബൂക്ക് യുദ്ധം, അള്ളാഹുവിൻ്റെ റസൂല് ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. വഹുവ യുരീദു റൂമ വനസാറൽ അറബി ബിശ്ശാം. അള്ളാഹുവിൻ്റെ റസൂല് ആ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത് അന്ന് ലോകത്ത് വലിയ ശക്തരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടന്നിരുന്ന റോമക്കാരെയാണ്. ഹിറക്കൽ ചക്രവർത്തിയുടെ കീഴിലുള്ള അന്നത്തെ വലിയ സൈനിക വ്യൂഹത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ഉടമകൾ, അവരോട് യുദ്ധം ചെയ്യാനാണ് പോകുന്നത്. അതേപോലെ തന്നെ ഷാം, ഇന്നത്തെ ഫലസ്തീൻ, ലബനാൻ, സിറിയ പോലത്തെ പ്രദേശങ്ങളിലുള്ള നസാറാക്കളായ അറബി ഗോത്രങ്ങൾ, അവരോട് യുദ്ധം ചെയ്യുക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത്. 30,000-ലേറെ വരുന്ന സഹാബികൾ ആ പറയുന്ന യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സൈന്യത്തോടു കൂടെയാണ് പോകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു കഅബ് എന്ന് പറയുന്നത് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. കാന ഖായിദ കഅബിൻ മിൻ ബനീഹി ഹീന അമിയ. ഞാൻ പറഞ്ഞു, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാർദ്ധക്യത്തിൻ്റെ സമയത്ത് അന്ധനായിരുന്നു, കണ്ണു പോയിരുന്നു, അതിൻ്റെ കാഴ്ച പോയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ മകൻ ഏറ്റവും വലിയ ഖിദ്മത്ത് ചെയ്യുന്ന മകനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു കഅബ്. അദ്ദേഹം പറയാണ്, സമയത്തു കഅബ് ഇബ്നു മാലിക്കിൻ, പിതാവിനെ ഞാൻ കേട്ടു, യുഹദ്ദിസു ഹദീസഹു, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവം അദ്ദേഹം പറയുന്നത്, ഹീന തഖല്ലഫ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗസ്വതി തബൂക്ക്. തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തി നിന്ന ആ ചരിത്രം, ആ സംഭവമാണ് പിതാവ് എനിക്ക് പറഞ്ഞു തന്നത്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ലം അതഖല്ലഫ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗസ്വത്തിൻ ഗസാഹാ ഖത്ത്. അല്ലാഹുവിൻ്റെ റസൂൽ നയിച്ച ഒരു യുദ്ധത്തിനും പോകാതെ ഞാൻ പിന്തി നിന്നിട്ടില്ല. അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അള്ളാഹു ചെയ്ത നിഅമത്തെടുത്ത് പറയാം, തന്നെ പൊക്കിക്കൊണ്ട് പറയല്ല. ഇല്ലാ ഫി ഗസ്വത്തി തബൂക്ക്, ഇല്ലാ ഫി ഗസ്വത്തി തബൂക്ക്, ഈ തബൂക്ക് യുദ്ധത്തിന് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ ഗൈറ അന്നി ഖദ് തഖല്ലഫതു ഫി ഗസ്വത്തി ബദർ, ബദർ യുദ്ധമുണ്ട്, അതിലും തന്നെ ഞാൻ പോയിട്ടില്ല, ബദർ യുദ്ധത്തിന് പോയിട്ടില്ല. പക്ഷേ അദ്ദേഹം തന്നെ കാരണം പറയാണ്, വലം യുആതിബ അഹദൻ തഖല്ലഫ അൻ, ബദർ യുദ്ധത്തിൽ പോകാത്ത തൻ്റെ അനുയായികൾപ്പെട്ട ഒരാളെയും അള്ളാഹുവിൻ്റെ റസൂൽ വിമർശിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇന്നമാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മുസ്ലിമൂന യുരീദൂന ഈറ ഖുറൈശിൻ. ബദർ യുദ്ധം എന്ന് പറയുന്നത് മുൻകൂട്ടി ഒരു തീരുമാനപ്രകാരം യുദ്ധം എന്ന ലക്ഷ്യത്തോടു കൂടെയല്ല അവർ പോയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു സ്വപ്നം കാണിച്ചു, രണ്ടാലൊന്ന്, ഒന്നിരിക്കൽ അവരുടെ കച്ചവട സംഘത്തെ, അതല്ലെങ്കിൽ അവരുടെ സൈന്യങ്ങളെ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലും സഹാബികളും സ്വാഭാവികമായിട്ടും പ്രയാസമില്ലാത്ത കച്ചവട സംഘത്തെ പിടികൂടിയിട്ട് ഹിജറ പോകുന്നതിൻ്റെ ഇടയ്ക്ക് മുസ്ലിമീങ്ങളുടെ സ്വത്തും സമ്പത്തുകളും മുഴുവനും മുശ്രിക്കീങ്ങൾ തടഞ്ഞു വെച്ചതിന് പകരമായിക്കൊണ്ട്, അല്ലാതെ ആക്രമിക്കുകയെ തീവ്രവാദമൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ദീനമനുസരിച്ച് മക്കയിൽ ജീവിക്കാൻ അനുവാദിക്കാതെ ഗത്യന്തരമില്ലാതെ സ്വത്തും കുടുംബങ്ങളും സമ്പത്തും ഒഴിവാക്കി പോയപ്പോൾ അതിന് പകരം ചോദിക്കാൻ വേണ്ടിയാണ് അബൂ സുഫിയാൻ്റെ കീഴിൽ ഷാമിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തെ ആക്രമിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള സമ്പത്ത് ഇവർക്ക് നഷ്ടപ്പെട്ടതിന് പകരം പിടിക്കാൻ വേണ്ടി
വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലും സഹാബികളും ബദറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഷാമിൽ നിന്ന് വരുന്ന ആ വഴി ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ യുദ്ധത്തിനല്ല പോകുന്നത്, താല്പര്യമുള്ളവർ പോയാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെ കൂടുതലും അതിൽ മുഹാജിറുകളായ ആളുകളായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. അവർക്കാണ് നഷ്ടപ്പെട്ട സമ്പത്ത് അത് തിരിച്ചു പിടിക്കാനുള്ള ഉദ്ദേശത്തോടെ. അൻസാരികൾ കുറവായിരുന്നു. കഅബ് ബിൻ മാലിക് മദീനക്കാരനാണ്, അൻസാരിയായിരുന്നു. അതുകൊണ്ടാണ് ബദറിൽ പങ്കെടുക്കാത്തത്. ചുരുക്കത്തിൽ ഖുറൈശികളുടെ കച്ചവട സംഘം ഉദ്ദേശിച്ചുകൊണ്ടാണ് പോയത്. ഹീന ജമഅ അല്ലാഹു ബൈനഹും വബൈന അദുവ്വിഹിം അലാ ഗൈരി മിആദിൻ. മുൻ ഒരു വാഗ്ദാനവും കരാറുമില്ലാതെ അപ്രതീക്ഷിതമായിട്ടാണ് മക്കക്കാരായ ഖുറൈശികളുമായി ബദറിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിനും സഹാബികളെയും ഒരുമിച്ച് കൂട്ടിയത് യുദ്ധമുഖത്ത്. അതുകൊണ്ട് കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, അതിന് ഞാൻ പങ്കെടുക്കാത്തത് ആ കാരണത്താൽ. വലഖദ് ശഹിദ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ അഖബ. എന്നാൽ ലൈലത്തുൽ അഖബയിൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ലൈലത്തുൽ അഖബ എന്ന് പറയുന്നത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ പോയി ദഅവത്ത് നടത്തിയിട്ട് മദീനയിൽ ഓരോ വീടുകളിലും ഇസ്ലാമിൻ്റെ പ്രകാശം കടന്നു വന്നു. അങ്ങനെ 70ഓളം വരുന്ന അൻസാരികളായ ഈ ആളുകൾ ഒരു ഹജ്ജിൻ്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മക്കയിൽ ഹജ്ജിന് വന്നപ്പോൾ രഹസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് അള്ളാഹുവിൻ്റെ ദീനു ദഅവത്ത് നടത്തി നിങ്ങളും നിങ്ങളുടെ അനുചരന്മാരും കൂട്ടുകാരും പ്രയാസപ്പെടുന്നതിന് പകരം നിങ്ങൾ മദീനയിലേക്ക് വന്നോളി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഒരു ചർച്ച നടത്തും. അത് അയ്യാമു തശ്രീഖിൻ്റെ 2ാമത്തെ ദിവസം മിനയുടെ അടുത്തുള്ള ആ മലഞ്ചെരുവിൽ വെച്ച് രാത്രി സമയത്താണ് ഈ ചർച്ച നടത്തിയത്. ആ കൂട്ടത്തിൽ അൻസാരികൾ, ആ കൂട്ടത്തിൽ മദീനക്കാരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. ഏറ്റവും ആദ്യം അള്ളാഹുവിൻ്റെ റസൂലിനാരും സഹായിക്കാതെ ത്വായിഫിലുള്ളവരില്ല, മക്കയിലുള്ളവരില്ല, മറ്റ് ഖുറൈശി മറ്റ് അറേബ്യൻ ഗോത്രങ്ങളില്ലാതെ കഴിഞ്ഞ സമയത്ത് ദീനിൻ്റെ ദഅവത്തിന് ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത് കരാർ ചെയ്ത ആ സദസ്സിൽ, ആ കൂട്ടത്തിൽ ഞാനുണ്ട്. അത് ലൈലത്തുൽ അഖബയുടെ ആ സംഭവം അത് മറ്റൊരു സദസ്സിൽ കേൾക്കേണ്ട ഒരു സംഭവമാണ്, കേൾക്കേണ്ട ആവേശോർജ്ജലമായ ഒരു ചരിത്രമാണ്. ആ സദസ്സിൽ ഞാനുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹീന തവാസഖ്ന അലൽ ഇസ്ലാം, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഈ ആദർശം സ്വീകരിച്ചു, നിങ്ങൾക്ക് സഹായം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് കരാർ ചെയ്തത്. വമാ ഉഹിബ്ബു അന്നലി ബിഹാ മഷ്ഹദ ബദർ, ലൈലത്തുൽ അഖബയിൽ പങ്കെടുത്തതിന് പകരം ബദറിൽ പങ്കെടുക്കുക എന്നുള്ളതൊരു മഹത്വമായി എനിക്ക് തോന്നുന്നില്ല. സഹാബി പറയാണ്. പക്ഷേ അഹ്ലുസുന്നയുടെ അഖീദ, അള്ളാഹുവിൻ്റെ റസൂല സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ബദരീങ്ങളാണ്. ഖുലഫാഉർ റാഷിദുകളൊക്കെ കഴിച്ചാൽ ബദരീങ്ങളാണ്, അത് വേറെ. അതിൻ്റെ ശേഷം ഈ അഖബയിൽ പങ്കെടുത്ത ആളുകൾക്ക് ബഹുമാനം ആദരവുള്ളൂ. പക്ഷേ ഈ സഹാബി പറയാണ്, അത്ര മഹത്തായ അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വഇൻകാനത് ബദറു അദ്ഖറ ഫിന്നാസി മിൻഹ, ഈ അഖബയുടെ രാത്രിയിലേറെ ആളുകളുടെ ഇടയിൽ ഏറ്റവും പേരും പ്രസിദ്ധിയും ബദറിനാണ് എന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. വകാന മിൻ ഖബരി, ഏതാണെങ്കിലും എൻ്റെ സംഭവം, എൻ്റെ അനുഭവം. ഹീന തഖല്ലഫതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വതി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ പോകാതെ ഞാൻ പിന്തിയ ആ സംഭവം. അന്നീ ലം അകുൻ ഖത്തു അഖ്വ വല ഐസറ മിന്നി ഹീന തഖല്ലഫതു അൻഹു ഫീ തിൽക്കൽ ഗസ്വ. അല്ലാഹുവിൻ്റെ റസൂൽ തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് എൻ്റെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഏറ്റവും ശക്തിയും കഴിവും പ്രാപ്തിയുമുള്ള സമയമാണ് എനിക്ക്. വാഹനം എൻ്റെ അടുക്കൽ 2 ഉണ്ട്. ശേഷം അദ്ദേഹം പറയുന്നു, ശാരീരികമായിട്ട് പൂർണ്ണ ആരോഗ്യമുണ്ട്, യുവത്വമാണ്. എന്നെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് കഴിവുള്ള ആൾ, ശാരീരികമായിട്ട് ശക്തിയുള്ള ആളായിരുന്നു ഞാൻ ആ സമയത്ത്. വല്ലാഹി മാ ജമഅതു ഖബലഹാ റാഹിലതൈനി ഖത്തു, അതിൻ്റെ മുമ്പ് 2 വാഹനം എൻ്റെ വീട്ടിൽ ഞാൻ ഒരു കൂട്ടിയിട്ടില്ല. ഹത്താ ജമഅതുഹുമാ ഫീ തിൽക്കൽ ഗസ്വ, ആ യുദ്ധ സമയത്ത് 2 വാഹനമുണ്ട്. ദീർഘമായ യാത്രക്ക് ഉപയോഗപ്പെടുത്ത 2 വാഹനം എനിക്കുണ്ട്. ഏതാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂല യുദ്ധം ചെയ്യുന്നത് ഫി ഹർരിൻ ഷദീദ്, കഠിനമായ ചൂട് കാലാവസ്ഥയിലാണ്. മദീനയിലുള്ള ചൂട് നിങ്ങൾ അവിടെ പോയ ആളുകൾക്കറിയാം, കഠിനമായ ചൂടിൻ്റെ കാലാവസ്ഥ. ഈത്തപ്പഴങ്ങളൊക്കെ പഴുത്ത് പാകമായി കൃഷിക്ക് തയ്യാറായി നിൽക്കുന്ന സമയമാണ്. കൃഷി ചെയ്ത് വളവെടുത്തിട്ടില്ല, അതിന് പാകമായി നിൽക്കുന്ന ആ സമയത്താണ്. വസ്തഖ്ബല സഫറൻ ബഈദൻ വ മഫാസൻ, സാധാരണ മറ്റ് യുദ്ധങ്ങളെ അപേക്ഷിച്ച് ബദർ, ഉഹദ്, ഹുനൈൻ പോലത്തെ യുദ്ധങ്ങളെ അപേക്ഷിച്ച് ദീർഘമായി യാത്ര ചെയ്യേണ്ട. കാരണം ഷാമിലെത്തണം, ഫലസ്തീനിലെത്തണം, ദീർഘമായ യാത്ര റസൂല് മുന്നിടുന്നുണ്ട്. വസ്തഖ്ബല അദുവൻ കബീറൻ, അതിശക്തരായ സൈന്യങ്ങളെ നേരിടുമാണ്. അന്ന് ലോകത്ത് സൈനികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ സാമൂഹികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾ റോമക്കാർ. ഏതാണെങ്കിലും ഇങ്ങനെ വന്നപ്പോൾ ഫജലാലിൽ മുസ്ലിമീന അംറഹും, മുസ്ലിമീങ്ങളോട് കാര്യം വ്യക്തമായി തുറന്നു പറഞ്ഞു റസൂൽ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രീതി യുദ്ധത്തിന് പോകുമ്പോൾ വ്യക്തമായിട്ട് ലക്ഷ്യം പറയലില്ലായിരുന്നു.
സൂചന മാത്രമേ കൊടുക്കലുള്ളായിരുന്നു. കാരണം ശത്രുക്കൾ ഉണ്ടാകും, സ്വകാര്യമായിട്ട് രഹസ്യങ്ങൾ എത്തിക്കുന്ന ആളുകളുണ്ടാകും, മുനാഫിഖ്യങ്ങൾ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് കൃത്യമായി ഇന്ന ഭാഗത്തേക്ക് ഇന്ന ആളുകളോട് യുദ്ധം ചെയ്യാനാ പോകുന്നു എന്ന് പറയലില്ലായിരുന്നു സാധാരണ. പക്ഷെ ഇതിൽ കാര്യം തുറന്ന് പറഞ്ഞിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു വേണ്ടി? ലിയതഅഹബു ഉഹബത ഗസ്വഹിം, യുദ്ധത്തിനുള്ള തയ്യാറെടുക്കാൻ വേണ്ടി. എല്ലാവരും ദീർഘമായ യാത്രയാണ്, വലിയ ശക്തരായ സൈന്യങ്ങളാണ്, പൂർണ്ണമായ തയ്യാറെടുപ്പോടുകൂടെ ആളുകൾ പോകാൻ വേണ്ടി. ഫഅഖ്ബറഹും ബിവജ്ഹിഹിം അല്ലദീ യുരീദ്, ഏത് ഭാഗത്തേക്കാ പോകുന്നു അത് പറഞ്ഞു. വൽ മുസ്ലിമൂന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീറുൻ, 30,000-ലേറെ വരുന്ന സൈന്യങ്ങളുണ്ടായിരുന്നു. വലാ യജ്മഉഹും കിതാബു ഹാഫിളിൻ, അന്നത്തെ കാലത്ത് ഈ സൈന്യങ്ങളെ പേരൊക്കെ എഴുതി റെക്കോർഡ് ചെയ്യുന്ന രീതിയോ അതിനുള്ള ഒരു ലിസ്റ്റോ അതിൻ്റെ ഒരു ബുക്കോ അതൊന്നും റസൂലിൻ്റെ കയ്യിലില്ലായിരുന്നു. ആ പറയുന്നത് ആരൊക്കെ പോന്നു, ആരൊക്കെ വരാതിരുന്നു, ഇതൊന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സംവിധാനമൊന്നും അന്നില്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖല്ല റജുലുൻ യുരീദു അൻ യതഗയ്യബ്, ഇനി ആരെങ്കിലും യുദ്ധത്തിന് കൂടെ പോരാതെ നിന്നാൽ യളുന്നു അന്ന ദാലിക സയഖ്ഫാ ലഹു, റസൂലിന് ഇന്ന ആൾ വന്നിട്ടില്ല, ഇവരൊക്കെ വന്നിട്ടുള്ളൂ എന്നറിയില്ല. അതിന് മാത്രം സൈന്യങ്ങളുണ്ട് കൂടെ, അനുയായികളുണ്ട് കൂടെ. പിന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് മാലം യൻസിൽ ഫീഹി വഹയ്യും മിനല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൽ നിന്നൊരു വഹയ് വന്നു, ഇന്ന ആൾ വന്നിട്ടില്ല, ഇന്ന ആൾ വന്നിട്ടില്ല എന്ന് വഹയ് വന്നാലല്ലാതെ ഒറ്റ നോട്ടത്തിലൊന്നും സൈന്യങ്ങൾ പരിശോധിച്ചാൽ ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്നറിയൂല. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നാണ് സഹാബി പറയുന്നത്. അങ്ങനെ വഗസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിൽക്കൽ ഗസ്വ, ആ യുദ്ധത്തിന് പോകുന്ന സമയം ഹീന ത്വാബത്തി സിമാറു വള്ളിലാൽ, മരങ്ങളിൽ പഴങ്ങളൊക്കെ പാകമായി നിൽക്കുന്ന സമയമാണ്. കാലാവസ്ഥയും തന്നെ അവിടെ വിശ്രമിക്കുക, മദീനയിൽ ഈ പഴങ്ങളും ഈ വിഭവങ്ങളും ഈ നിയമത്തിലും വിശ്രമിക്കുക എന്ന് പറയുന്ന ആ ഒരു അന്തരീക്ഷത്തിലാണ്. അതുകൊണ്ട് ഫഅന ഇലൈഹ അസ്അർ, എനിക്ക് ഈ സമ്പത്തിലേക്ക് എൻ്റെ മാനസികമായ ആകർഷണം കൂടുതലുള്ള സമയമാണ്. നമ്മൾ പലപ്പോഴും പറയും ദുന്യാവും നിയമത്തും കൂടുതലുണ്ടായാൽ കൂടുതൽ ഇബാദത്തും ത്വാഅത്തും ചെയ്ത് മുന്നേറാം. പലപ്പോഴും അതിന് വിരുദ്ധമാകാനാ സാധ്യത. ദുന്യാവിലെ നിയമത്ത് കൂടിയാൽ ചിലപ്പോൾ ഈ ഉള്ള ഖൈറാത്തും ബറക്കാത്തുകളിൽ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സഹാബി പറയുന്നു. നോക്കി, ഏതാണെങ്കിലും ഫതജഹസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂന മഅ, അല്ലാഹുവിൻ്റെ റസൂലും മുസ്ലിമീങ്ങളും ഒരുങ്ങി തയ്യാറായി. വതഫിഖതു അഗ്ദു ലികൈ അതജഹസ മഅഹും, ഞാൻ ദിവസം അങ്ങാടിയിലേക്ക് പോകും, രാവിലെ വാഹനങ്ങളും എനിക്ക് വേണ്ടുന്ന സാമഗ്രികളും സാധനങ്ങളും വാങ്ങി തയ്യാറാകാൻ വേണ്ടിയിട്ട്. പക്ഷേ വലം അഖ്ദി ഷൈ, വീട്ടിലേക്ക് മടങ്ങി വരും ഒന്നും വാങ്ങേ, ഒന്നും തയ്യാറാക്കിയേ, ഒന്നും ഒരുക്കേ ചെയ്യാതെ. വഅഖൂലു ഫീ നഫ്സി, എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പറയും, അന ഖാദിറുൻ അലാ ദാലിക ഇദാ അറ, എപ്പോൾ വേണമെങ്കിലും അത് നേടാവുന്നതേ ഉള്ളൂ, ഒരുക്കി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിൽ പറയും. സൗഫ അഫ്അൽ എന്നാണ്, പിന്നെ ഞാൻ ശേഷം ചെയ്യാം, എനിക്കതിന് കഴിയും, എനിക്കതിന് പ്രാപ്തിയുണ്ട് എന്ന് പറയുന്ന തസ്വീഫ് എന്ന് പറയുന്നത് പിശാച് നല്ല കാര്യങ്ങളിൽ മുന്നേറുന്നതിൽ നമ്മെ തടയുന്ന വലിയ അവൻ്റെ ഒരു കെണിവലയാണ് തസ്വീഫ്. പിന്നെ ചെയ്യാം, സമയമുണ്ടല്ലോ, കാലുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ അന ഖാദിറുൻ അലാ ദാലിക ഇദാ അറത് ഫലം യസൽ ദാലിക യതമാദാ ബി, അങ്ങനെ ഈ ഒരു അവസ്ഥ എന്നെയും കൊണ്ട് നീണ്ടുപോയി. ഹത്ത ഇസ്തമറ ബിന്നാസി അൽ ജിദ്, ആളുകളൊക്കെ യാത്രക്കുള്ള തയ്യാറെടുപ്പും ഒരുക്കങ്ങളും വേണ്ടുന്ന സാമഗ്രികൾ അത് സമാഹരിക്കലുമായി തയ്യാറെടുത്തു. ഫഅസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗാദിയൻ വൽ മുസ്ലിമൂന മഅ, റസൂൽ പുറപ്പെട്ടു, മുസ്ലിമീങ്ങൾ കൂടെയുണ്ട്. എൻ്റെ അവസ്ഥ വലം അഖ്ദി മിൻ ജഹാസി ഷൈ, ഞാനൊന്നും ഇതുവരെ പൂർത്തിയാക്കിയില്ല, തയ്യാറാക്കിയില്ല. സുമ്മ ഗദൗതു ഫറജഅതു വലം അഖ്ദി ഷൈ, പിറ്റേ ദിവസം ഞാൻ മാർക്കറ്റിൽ പോയി, അങ്ങാടിയിൽ പോയി, ഒന്നും ശരിയാക്കാതെ തയ്യാറാക്കാതെ ഈ ഒരവസ്ഥ അങ്ങനെ നീണ്ടുപോയി. വതഫാറത്തൽ ഗസ്വു, അവർ നബി ഹത്ത അസ്റഉ, റസൂലും സഹാബികളും വേഗത്തിൽ പുറപ്പെട്ടു. വതഫാറത്തൽ ഗസ്വു, ആ യുദ്ധ സൈന്യം മദീനയിൽ നിന്ന് പുറപ്പെട്ടു, യാത്ര തിരിച്ചു. ഫഹമംതു അൻ അർതഹില ഫഅദ്രികഹും, ഞാൻ വിചാരിച്ചു വാഹനത്തിൽ കയറി അവരെ കൂടെ എത്തുക, ഞാൻ വീണ്ടും അവരെ കൂടെ എത്താൻ വേണ്ടി. ഫയാ ലൈതനി ഫഅൽ, അങ്ങനെയും ചെയ്തില്ല, അത് ചെയ്തിക്കണമെങ്കിൽ നന്നായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. സുമ്മലം യുഖദ്ദർ ദാലിക ലി, ഏതാണെങ്കിലും ആ യുദ്ധത്തിന് പോകാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തിലുള്ള തീരുമാനം, വിധി ഉണ്ടായില്ല, എനിക്ക് അത് വിധിക്കപ്പെട്ടില്ല, പോയില്ല. ഫതഫിഖ്തു ഇദാ ഖറജ്തു ഫിന്നാസി ബഅദ ഖുറൂജി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പോയി, മുഅ്മിനീങ്ങൾ പോയി, സൈന്യങ്ങളെല്ലാവരും പോയി. അങ്ങനെ പിന്നെ ഞാൻ മദീന പട്ടണത്തിൽ ചെന്ന് നോക്കുന്ന സമയത്ത് യഹ്സുനുനി, എന്നെ വല്ലാതെ വ്യസനിപ്പിക്കാൻ തുടങ്ങി.
എനിക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ മദീനത്തില്ല. നല്ലവരായ സാലിഹീങ്ങളായ ഒരാളും മദീനത്തിലില്ലാത്ത നിലയ്ക്ക് എല്ലാവരും യുദ്ധത്തിന് പോയിട്ടുണ്ട്. എനിക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആരുമില്ല. അതെനിക്ക് വ്യസനമുണ്ടായി. ഇല്ലാ റജുലൻ മഗ്മൂസൻ അലൈഹി ഫിൻ നിഫാഖ്, കാപട്യത്തിൻ്റെ കാര്യത്തിൽ അതിൽ മുങ്ങിത്താണ് നിൽക്കുന്ന അറിയപ്പെട്ട മുനാഫിഖീങ്ങളുണ്ട് മദീനത്ത്. എല്ലാവരുടെ ഇടയിലും അറിയപ്പെട്ട മുനാഫിഖീങ്ങൾ, അവരെ മാതൃകയാക്കാൻ പറ്റൂല. ഇവരല്ലാതെ ഈമാനിൻ്റെ പേരിൽ അറിയപ്പെട്ട ഒരു മനുഷ്യനും മദീനത്തില്ല. ഈ രംഗം എന്നെ വ്യസനിപ്പിക്കാൻ തുടങ്ങി എന്നാണ് സഹാബി പറയുന്നത്. അതല്ലെങ്കിൽ ഔ റജുലൻ മിമ്മൻ അദറല്ലാഹു മിനൽ ളുഅഫ, ബലഹീനരായ ആളുകൾ, ഒന്നിരിക്കൽ ശാരീരികമായ ബലഹീനത, അന്ധതയോ അതല്ലെങ്കിൽ കൈകാലിൻ്റെ വികലതയോ അതല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ, യുദ്ധത്തിന് പോകാൻ പറ്റാതെ. ഇർബാദ് ബിൻ സാരിയ എന്ന സഹാബിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇർബാദ് ബിൻ സാരിയ, അദ്ദേഹം സുഫത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. യുദ്ധത്തിന് പോകാൻ വേണ്ടിയുള്ള സാമ്പത്തികമായി യാതൊരു കഴിവും പ്രാപ്തിയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് യുദ്ധത്തിന് പോകാനുള്ള ഫണ്ട് ചോദിച്ചു. റസൂലിൻ്റെ കയ്യിലും കൊടുക്കാനില്ല. അങ്ങനത്തെ പ്രയാസകരമായ ഒരു സമയമായിരുന്നു. ആർക്കും കൃഷി വിളവെടുത്തിട്ടില്ല, സമ്പത്തില്ല. അങ്ങനെ അദ്ദേഹം കൂടെയുള്ള ആളുകളും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിച്ചുകൊണ്ട് വല അലല്ലദീന ഇദാ അതൂക ലിതഹ്മിലഹും അലൈഹി ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി തവല്ലവ അഅ്യുനുഹും തഫീദു മിനദ്, കരഞ്ഞു കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, സാമ്പത്തിക സഹായം അവർക്കില്ലാത്തത്. ഇങ്ങനത്തെ ആളുകളല്ലാതെ എനിക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആരെയും ഞാൻ മദീനയിൽ കണ്ടില്ല എന്നർത്ഥം. അവർക്ക് അള്ളാഹു ദർ കൊടുത്തതാണ്, അവർക്ക് അള്ളാഹു മാപ്പ് കൊടുത്ത ആളുകളുടെ കൂട്ടത്തിലാണ്. വലം യദ്കുർ, ഏതാണെങ്കിലും വലം യദ്കുർനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ ബലഗ തബൂക്ക്, തബൂക്കിലെത്തുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ എന്നെക്കുറിച്ച് ഓർമ്മിച്ചില്ല. അവർ വിശ്രമിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാകും, യാത്ര തുടർന്നിട്ടുണ്ടാകും, പക്ഷേ ഞാനില്ല എന്നുള്ള കാര്യം റസൂലിന് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല, എന്നെക്കുറിച്ച് പറയേ സംസാരം ഉണ്ടായില്ല. അങ്ങനെ തബൂക്കിലെത്തി. ഫഖാല വഹുവ ജാലിസുൻ ഫിൽ ഖൗമി ബി തബൂക്ക്, തബൂക്കിലെത്തിയിട്ട് സൈന്യങ്ങൾ തമ്പടിച്ച ആ സ്ഥലത്ത് വിശ്രമിക്കുന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മാ ഫഅല കഅബ് ബിൻ മാലിക്, കഅബ് ബിൻ മാലിക് അവിടെ പോയി. അൻസാരികളെ കൂടുതൽ പ്രമുഖനാണ്, അറിയപ്പെട്ട ആളാണ്, നല്ല ആളാണ്, റസൂലിന് ഏറ്റവും അടുത്ത പരിചയമുള്ള ആളാണ്. കഅബ് ബിൻ മാലിക്കിനെ കാണാനല്ലേ എവിടെ പോയി? അപ്പോൾ ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബസഹു ബുർദാഹു വന്നളറു ഫീ ഇത്ഫിഹി, അവൻ്റെ രണ്ട് പുതപ്പും അവനെ തടഞ്ഞു വെച്ചേക്കാണ്. പുതപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിരിക്കൽ പുതപ്പും വിരിപ്പും, അതല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത്, അവൻ്റെ ഭാര്യ, അവൻ്റെ വീട്, അവൻ്റെ വിശ്രമ ജീവിതം, ഭാര്യ, സുഖകരമായ ജീവിതം. അതുകൊണ്ടാണ് ദുന്യാവും നിയമത്തൊക്കെ ഉണ്ടായതുകൊണ്ട് യുദ്ധത്തിന് പോകുന്നില്ല എന്നുള്ള ഒരു വിമർശനമുള്ള ഒരു കുത്തിപ്പറച്ചിൽ. നമ്മളെ സദസ്സിലൊക്കെ ചിലപ്പോൾ സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ ചില സഹോദരന്മാരെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ ചില ആളുകൾ അനുപ്പോ എന്ന് പറയുന്നത് പോലത്തെ ഒരു രീതി നല്ലതല്ല പറച്ചിൽ. മറ്റുള്ള സഹോദരന്മാരെ അവരുടെ അഭാവത്തിലാണെങ്കിലും അടുത്താണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകുന്നത് പറയാൻ പാടില്ല. ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അങ്ങനെ പറഞ്ഞു പോയി. ഹബസഹു ബുർദാഹു വന്നളറു ഫീ ഇത്ഫൈ, അവൻ്റെ രണ്ട് ഭാഗത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സാമ്പത്തികമായ ശാരീരികമായ പ്രാപ്തിയും നിഅമത്തും ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പോരാൻ അവനെ അനുവദിക്കാത്ത നിലക്ക് കാര്യങ്ങളായി എന്നൊരു വിമർശനത്തിൻ്റെ. ഉടനെ തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ബിഇസ മാ ഖുൽ, നമ്മുടെ മുന്നിൽ വെച്ച് സഹോദരന്മാരെ കുറിച്ച് ഇങ്ങനത്തെ വിമർശനത്തിൻ്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ അവിടെ വെച്ച് തിരുത്തുക. ലാ ലാ ലാ, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, നീ പറഞ്ഞത് വളരെ മോശപ്പെട്ട വാക്കാണ്. വല്ലാഹി യാ റസൂലല്ലാഹ് മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവാണ് സത്യം, ഈ പറയുന്ന കഅബ് ബിൻ മാലിക്കിനെ കുറിച്ച് നല്ലതല്ലാതൊന്നും ഞങ്ങൾക്കറിയൂല. എന്തെങ്കിലും കാരണം ഉണ്ടാകും, എന്തെങ്കിലും അതിനൊരു വ്യക്തമായ കാരണം ഉണ്ടാകും, അതല്ലാതെ വേറുള്ള വീഴ്ചകളോ വിമർശനങ്ങളോ അല്ല എന്ന് പറഞ്ഞു. ഫസക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ മൗനം പാലിച്ചു. അങ്ങനെ ഫബൈനമാഹു അലാ ദാലിക്, ഇങ്ങനെ കാര്യങ്ങളായി അവരങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് റഅ റജുലൻ മുബയ്യളൻ യസൂലു ബിഹി സറാബ്, മരീചിക എന്ന കഠിനമായ വെയിലുണ്ടാകുമ്പോൾ ദൂരത്തേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് മരുപ്രദേശങ്ങളിലൊക്കെ നമുക്ക് വെള്ളമായി തോന്നുന്നത് പോലത്തെ ഒരു അന്തരീക്ഷം ഉണ്ട്. അതിനെ മരീചിക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ അതന്നെയാണ് അതിന് പറയാമെന്ന് എനിക്കറിയില്ല മലയാളത്തിൽ. അപ്പോൾ ദൂരത്ത് നിന്ന് ഒരാൾ വെളുത്ത നിറത്തിൽ തോന്നി അവർക്ക്. ദൂരത്ത് ഒരു വസ്തു ഉണ്ടാകുമ്പോൾ ഈ വെയിലിൽ നമുക്ക് വെളുത്തതായിട്ട് അനുഭവപ്പെടും. അവർക്ക് അങ്ങനെ അനുഭവപ്പെട്ടു. അപ്പോൾ സഹാബികൾപ്പെട്ട മറ്റു പലരും ഇത് കഅബ് ബിൻ മാലിക് ആയെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് കുൻ അബാ ഖൈസമ, അബു ഖൈസമയാവണം എന്ന് പറഞ്ഞു. ആ വരുന്നത് അബു ഖൈസമയാണ് എന്നുള്ള സൂചന. ഫഇദാ ഹുവ അബു ഖൈസമത്തുൽ അൻസാരി, ആ പറയുന്ന സഹാബിയാണ്. അബു ഖൈസമത്തുൽ അൻസാരി എന്ന് പറഞ്ഞത് ആരാ എന്ന് പറഞ്ഞാൽ വഹുവല്ലദീ തസദ്ദഖ ബിസാഇ തംരി ഹീന
സബീലീന ലമസഹുൽ മുനാഫിഖൂൻ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ സമ്പത്തുള്ള സഹാബികൾ ഒരു കൊട്ട നിറയെ കയ്യിന് താങ്ങാൻ കഴിയാത്ത ഭാരമുള്ള നിലക്ക് തമറും കാരക്കയും വിഭവങ്ങളുമായി വന്നു. അപ്പം മുനാഫിഖീങ്ങൾ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, ആളെ കാണിക്കാൻ വേണ്ടി പേരെടുക്കാനാണെന്ന് പറഞ്ഞു. അബൂ ഹൈസമ പാവം ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഒരു സാ എന്ന് പറയുന്ന 3-4 പോങ്ങളിലെ കാരക്ക കൊണ്ടുവന്നു കഴിയണത് ചെയ്യാന്നുള്ളതിൽ. അപ്പം മുനാഫിഖീങ്ങൾ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ്റെ ഇത്തര കുറച്ചൊക്കെ എന്തിനാണ്, ആർക്കാ അതൊക്കെ, ഇങ്ങനെ വിമർശിച്ചു. മുനാഫിഖീങ്ങൾ അങ്ങനെയായിരുന്നു. കൂടുതൽ ചെയ്താൽ അതിനെ വിമർശിക്കും, കുറച്ച് ചെയ്താൽ അതിനെ വിമർശിക്കും. അബൂ ഹൈസമ അങ്ങനത്തെ ഇഖ്ലാസുള്ള സിദ്ഖുള്ള സഹാബിയായിരുന്നു. അദ്ദേഹമാണ് ഈ തബൂക്ക് യുദ്ധത്തിൽ ഓടിക്കതച്ച് വരെ കൂടെ വരുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഫഖാല കഅബ് ഇബ്നു മാലിക്, അങ്ങനെ കഅബ് ഇബ്നു മാലിക് അദ്ദേഹം പറയാണ്, ഫലമ്മ ബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് തവജ്ജഹ ഖാഫിലൻ മിൻ തബൂക്ക്. ഏതാണെങ്കിലും തബൂക്കിലേക്ക് യുദ്ധത്തിന് പോയി. അവിടെ വെച്ച് ഈ റോമക്കാരെ ആ സൈന്യങ്ങളെ അവിടെ കണ്ടുമുട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ചെന്നപ്പോഴേക്കിന് റോമിൻ്റെ ഹിറക്കൽ ചക്രവർത്തിയും അവൻ്റെ സൈന്യങ്ങളും ഷാമിൽ നിന്ന് അവർ യാത്ര പോയിരുന്നു. അവിടെ വെച്ചൊരു ഏറ്റുമുട്ടൽ ഉണ്ടായില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന നസാറാക്കളായ കുഫാറുകൾ, അതേപോലെ തന്നെ അറാബികളായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യുദ്ധത്തിന് പോകുന്ന രംഗം കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ മുസ്ലിമീങ്ങളെക്കുറിച്ചുള്ള ഭയം അള്ളാഹു ഇട്ടുകൊടുത്തു. അങ്ങനെ നസാറാക്കളിൽപ്പെട്ട കുറേ കുടുംബങ്ങളും അതേപോലെ അറാബികളായ പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് മുസ്ലിം സൈന്യങ്ങൾക്ക്, മുസ്ലിം ഭരണ അധികാരി റസൂലിനോട് കരാറിലേർപ്പെട്ടു, സമാധാന കരാർ. ആ യുദ്ധത്തിൽ വമ്പിച്ച നിഅമത്തുകൾ മുസ്ലിം ഉമ്മത്തിന് നേടാൻ കഴിഞ്ഞു. ഈ നിരക്ക് ശത്രുക്കളുമായിട്ടുള്ള യുദ്ധം അവിടെ നടന്നില്ല. അവരുടെ മനസ്സിലും തന്നെ മദീനയിലുള്ള അറബികൾ ഇത്ര ശക്തരായോ, നമ്മോട് യുദ്ധം ചെയ്യാൻ മാത്രമൊക്കെ പ്രാപ്തരായോ എന്നുള്ള ആ ഒരു ഭയം റോമക്കാരായ കുഫാറുകളുടെ മനസ്സിലും പിടികൂടുകയും ചെയ്തു. അങ്ങനെ റസൂൽ മടങ്ങിപ്പോരാണ്. കഅബ് റളിയല്ലാഹു അൻഹു വിവരം കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്ന് മടങ്ങുകയാണ് എന്നുള്ളത്. ഹളറനി ബത്തി, അദ്ദേഹം പറയാണ്, എൻ്റെ മാനസികമായ സംഘർഷം, താങ്ങാൻ കഴിയാത്ത സങ്കടം എനിക്ക് പിടികൂടി. റസൂൽ വരികയാണ്, എന്താ ഇനി കാരണം പറയാ, എന്തുകൊണ്ട് യുദ്ധത്തിന് വന്നില്ല, എന്തുകൊണ്ട് നീ പോന്നില്ല, എന്താ ഞാൻ മറുപടി പറയാം. അതാണ് സങ്കടം. എന്തെങ്കിലും ഒരു കളവ് റസൂലോട് പറഞ്ഞാലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ. സഹാബി പറയാം, മനുഷ്യരാണ്, വലിയ പാപങ്ങൾ സഹാബികൾക്ക് വരുന്നതിന് വിരോധമില്ല. അവർ മഅസൂമിങ്ങളോ പാപമുക്തരോ ഒന്നുമല്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയെ കുറിച്ച് വിശ്വസിക്കേണ്ടത്. ഞാൻ പറയാണ്, ബിമ അഖ്റുജു മിൻ സഖത്തിഹി ഗദൻ, റസൂൽ നാളെ അവിടെ മദീനത്ത് വന്നാൽ റസൂലിൻ്റെ കോപത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? വഅസ്തഈനു അലാ ദാലിക കുല്ലദീ റഅയ്യിൻ മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽപ്പെട്ട അല്പം കാര്യബോധം തൻ്റെ ഇടമുള്ള ആളുകളോടൊക്കെ ഞാൻ അഭിപ്രായം ചോദിക്കാൻ തുടങ്ങി. എന്താ ഞാൻ പറയുക, എന്താണ് ഒരു കാരണം ബോധിപ്പിക്കുക, എങ്ങനെയാണ് റസൂലിൻ്റെ കോപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുക? ഫലമ്മാ ഖീല ലീ, അപ്പോൾ ആളുകൾ എന്നോട് വീണ്ടും പറയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അളല്ല ഖാദിമൻ, റസൂൽ ദാ അവിടെ മുന്നിട്ട് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, മദീനയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, സാഹ അന്നിൽ ബാത്തിൽ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അസത്യം, കളവും തെറ്റായ ചിന്താഗതികൾ മുഴുവനും പോയി. മനസ്സിൽ നിന്ന് ദുഷിച്ച ചിന്തകൾ മുഴുവനും പോയി. സാഹ അന്നിൽ ബാത്തിൽ ഹത്താ അറഫ്തു അന്നീ ലൻ അൻജു മിൻഹു ബിശൈഇൻ അബദ, അല്ലാഹുവിൻ്റെ റസൂലിനോട് എന്ത് കളവ് ഞാൻ പറഞ്ഞാലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഞാൻ ഇന്നിവിടെ കളവ് പറഞ്ഞാൽ നാളെ വഹയ്യായി ഇറങ്ങി അള്ളാഹുവിൻ്റെ റസൂലിന് വിവരം കിട്ടും എന്നുള്ള പേടി എന്നെ പിടികൂടിയപ്പോൾ ഫഅജ്മഅതു സിദ്ഖഹു, സത്യം പറയാ എന്നുള്ള തീരുമാനത്തിൽ എത്തി. ഞാൻ ആ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്, ഇദാ ഖദിമ മിൻ സഫരിൻ ബദഅ ബിൽ മസ്ജിദ്, യാത്ര കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ പള്ളി കൊണ്ട് തുടങ്ങാന്ന് റസൂലിൻ്റെ പതിവായിരുന്നു. റസൂലാണ് സമൂഹത്തിൽ അറിയപ്പെട്ട ആളാണ്, പ്രമുഖരാണ്. ആ റസൂലിനെ കാത്തിരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഭരണാധികാരിയാണ്, ഇമാമാണ്. അപ്പോൾ റസൂലിനെ കാത്തിരിക്കുന്ന പല ആളുകളുണ്ടാകും. നേരെ വീട്ടിലേക്ക് വന്നാൽ ആ റസൂലിനെ കാത്തിരിക്കുന്ന ആൾക്ക് പ്രയാസമാകും. അപ്പോൾ മദീനയിലെ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ ഇരുന്ന് ആൾക്ക് പരാതികളും പ്രയാസങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കേട്ടതിൻ്റെ ശേഷം വീട്ടിലേക്ക് പോകലുള്ളേ. ഹാഫിദുൻ നബവി പോലത്തെ പറയുന്നു, ആര് യാത്ര കഴിഞ്ഞ് വന്നാലും പള്ളി കൊണ്ട് തുടങ്ങണം, സുന്നത്താണ്. പക്ഷേ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പലരും പറയുന്നത്, സമൂഹത്തിൽ വേണ്ടപ്പെട്ട ആളുകൾ കാത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരാണ് ഈ സുന്നത്ത് നടപ്പാക്കേണ്ടത്. സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ ആളുകളെ കാത്തു നിൽക്കൽ ഭാര്യയും കുട്ടികളായിരിക്കും.
അപ്പോൾ നമ്മൾ പള്ളിയിൽ വന്നിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനത്തെ സ്ഥാനത്തുള്ള ആളുകൾക്ക് പാലിക്കേണ്ട സുന്നത്താണ്. അല്ലാഹു അലം. ഏതാണെങ്കിൽ ഫലമ്മാ ഫഅല ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പള്ളിയിൽ വന്നു, 2 റക്അത്ത് നിസ്കരിച്ചു, ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരുന്നു. ജാഅഹുൽ മുഖല്ലഫൂൻ, മുമ്പ് പറഞ്ഞതുപോലെ മുനാഫിഖീങ്ങളായ കപടവിശ്വാസികളായ ആളുകൾ, യുദ്ധത്തിന് പോകാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അവർ വന്നു, ഒന്നിൻ്റെ പിറകെ മറ്റൊരാൾ. ഫതഫിഖൂ യഅ്തദിറൂന ഇലൈഹി, റസൂലിനോട് ഓരോ കാരണങ്ങൾ അവർ ബോധിപ്പിക്കാൻ തുടങ്ങി. വയഹ്ലിഫൂന ലഹു, അള്ളാഹുവിനോട് സത്യം, വല്ലാഹി അള്ളാഹുവാണ് ഭാര്യയ്ക്ക് സുഖമില്ലേനു, അള്ളാഹുവാണ് സത്യം കുട്ടികൾക്ക് സുഖമില്ലേനു, അള്ളാഹുവാണ് സത്യം എനിക്ക് വാഹനമില്ലേനു, ഈ പറയുന്ന സത്യങ്ങൾ ചെയ്തുകൊണ്ട് കള്ളമായി റസൂലിനോട് കാരണങ്ങൾ ബോധിപ്പിക്കാൻ തുടങ്ങി. വകാനു ബിളഅതൻ വസമാനീന റജുലൻ, 80 ചില്ലാനം ആളുകൾ അന്ന് തന്നെ മദീനത്ത് മുനാഫിഖീങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ പറയുന്ന കാലഘട്ടത്തിൽ 80 ചില്ലാനം ആളുകൾ കാപട്യത്തിൻ്റെ മേൽ അറിയപ്പെട്ടവരുണ്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് ധാരാളം ഇങ്ങനത്തെ ആളുകളുണ്ട്. ചില ആളുകൾ ഈ മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ ആ യുദ്ധത്തിന് പോകും ചെയ്തിരുന്നു. മദീനയിൽ മാത്രമുള്ള 80 ചില്ലാനം ആ സമയത്തുണ്ടായിരുന്നു. ഫഖബില മിൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാനിയതഹും, അവർ പറഞ്ഞ പരസ്യമായി പറഞ്ഞ അവരുടെ കാരണങ്ങൾ, ഉദറുകൾ റസൂൽ സ്വീകരിച്ചു. വബായഅഹും വസ്തഗ്ഫറ ലഹും, അവർക്കൊക്കെ കൈ കൊടുത്തു, അവർക്കൊക്കെ പൊറുക്കലിനെ തേടും ചെയ്തു. അല്ലല്ല നിങ്ങൾ വെറുതെ കളവ് പറയാണ്, അല്ലല്ല നിങ്ങൾക്ക് അങ്ങനെ കാനല്ലേനു, നിങ്ങൾക്ക് അങ്ങനെ വാഹനം, ഈ ചോദ്യം ചെയ്യലിനൊന്നുമില്ല. മുഅ്മിനീങ്ങൾ നമ്മൾ പാലിക്കേണ്ട മഹത്തായ ഒരു അദബ്, ഒരു മര്യാദയാണിത്. മറ്റുള്ള ആളുകളെക്കുറിച്ച് പ്രത്യക്ഷത്തിൽ എന്ത് കാണുന്നു ഉള്ള അള്ളാഹും അവരും തീരുമാനിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ രഹസ്യങ്ങൾ സ്വീകരിച്ചു, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി കൈ കൊടുത്തു. വവക്കല സറായിറഹും ഇലല്ലാഹ്, അവരുടെ രഹസ്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ എൻ്റെ ഊഴം വന്നു. ഹത്താ ജിഅ്തു, ഞാൻ വന്നു. ഫലമ്മാ സല്ലംതു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞപ്പോൾ തബസ്സമ തബസ്സുമൽ മുഗ്ളബ്, ദേഷ്യം പിടിച്ച ഒരു പുഞ്ചിരി, സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. തുമ്മ ഖാല, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തആൽ വ ഫജിഅ്തു അംശി, അങ്ങനെ ഞാൻ നടന്നങ്ങനെ അടുത്തേക്ക് ചെന്നു. ഹത്താ ജലസ്തു ബൈന യദൈഹി, അവിടുത്തെ മുന്നിൽ ചെന്നിരുന്നു. ഫഖാല ലി, അവിടുന്ന് എന്നോട് ചോദിച്ചു, മാ ഖല്ലഫക്, എന്തുകൊണ്ട് യുദ്ധത്തിന് പോന്നില്ല, പോരാതെ ഇവിടെ മദീനയിൽ നിന്നെ പിന്തിച്ച കാരണം എന്താണ്? അലം തകുൻ ഖദ് ബതഅത ളഹറക്, നീ യാത്ര ചെയ്യാനുള്ള വാഹനം വാങ്ങിയിട്ടില്ലായിരുന്നോ? ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ വാഹനക്കില്ലായിരുന്നോ, ഒക്കെ റെഡിയാണ്, ഒന്നും കുറവില്ല. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നി വല്ലാഹി, ഞാൻ നിശ്ചയമായും അള്ളാഹുവാണ് സത്യം, ലൗ ജലസ്തു ഇൻദ ഗൈരിക മിൻ അഹ്ലി ദുനിയ, ദുന്യാവിൻ്റെ വേറെ ഏതെങ്കിലും മനുഷ്യന്മാരെ, നിങ്ങളല്ലാത്ത ദുന്യാവിൻ്റെ ഏതെങ്കിലും ഒരാളെ മുന്നിലാണ് ഞാൻ വന്നിരിക്കുന്നു എന്ന് വെക്കുക. എന്നാൽ റഅയ്തു അന്നി സഅഖ്റുജു മിൻ സഖതിഹി ബിഉദ്ർ, വ്യക്തമായ ഒരു കാരണം ബോധിപ്പിച്ച് ആ വ്യക്തിയുടെ കോപത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ എനിക്ക് കഴിയും, എനിക്കതിന് കഴിയും, നിങ്ങളല്ലാത്ത വേറെ ആണെങ്കിൽ. എന്തുകൊണ്ട് കഴിയും? വലഖദ് ഉഅ്തീതു ജദലൻ, ആളുകളോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് തർക്കിച്ച് നേടിയെടുക്കാനുള്ളൊരു സാമർഥ്യം, ഒരു കഴിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത്ര വാക്ക് സാമർഥ്യമുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് നേടിയെടുക്കാനുള്ള കഴിവുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ വലാകിന്നി വല്ലാഹി, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം, നിങ്ങളടുത്ത് ഇന്ന് ഞാൻ ഒരു കളവ് വന്ന് പറയാണ് എന്ന് വെക്കുക, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലയൂഷിക്കന്നല്ലാഹു അൻ യുസ്ഖിതക അലയ്യ, അല്ലാഹു നാളെ തന്നെ അത് വഹിയായിട്ട് നിങ്ങൾക്ക് സത്യാവസ്ഥ നിജസ്ഥിതി അറിയിച്ചിട്ട് ഇന്ന് നിങ്ങൾ തൃപ്തിപ്പെട്ടാലും നാളെ നിങ്ങളെ എൻ്റെ മേൽ കോപിഷ്ഠനാക്കാൻ അള്ളാഹുവിന് കഴിയും. നിങ്ങളെടുത്ത് വന്ന് കളവ് പറഞ്ഞാൽ അതിൻ്റെ സ്ഥിതി അതായിരിക്കും. അന്യുസ്ഖിതക അലയ്യ വല ഇൻ ഹദ്ദസ്തുക ഹദീസ സിദ്ഖിൻ, ഇന്ന് ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞാലോ, കളവ് പറയാതെ സത്യം പറഞ്ഞാൽ, തജിദു അലയ്യ ഫീഹി, ഇന്ന് നിങ്ങൾക്ക് എന്നോട് അതിൻ്റെ പേരിൽ വിഷമുണ്ടാകും, ഒരു പക്ഷേ വെറുപ്പും ദേഷ്യവും ഉണ്ടാകും. ഇന്നി ലഅർജു ഫീഹി ഉഖ്ബല്ലാഹ്, പക്ഷേ ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്നുള്ള നല്ലൊരു പര്യവസാനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മർമ്മപ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആരെ തൃപ്തിപ്പെടുത്താൻ ജീവിക്കുന്നു, ആരുടെ ബഹുമാനം ആദരവും ആരുടെ ഇഷ്ടം അത് നേടിയെടുക്കാനാണ് ജീവിക്കുന്നത്. അള്ളാഹുവിനെയാണോ പ്രതീക്ഷിക്കേണ്ടത്? അതിന് നല്ല പര്യവസാനം അവൻ നൽകും. മനുഷ്യരിൽപ്പെട്ട ആരാണെങ്കിലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പോലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇന്നൊരു കളവ് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ കോപിഷ്ഠനാക്കാൻ അള്ളാഹുവിന് കഴിയും, അള്ളാഹു എന്നെ വെറുക്കും ചെയ്യും. ഇതാ സഹാബി അവിടുത്തെ നിലപാട്, അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ആദർശ ശുദ്ധി, അതാണ്.
ഇന്നി ലഅർജു ഫീഹി ഉഖബല്ലാഹ് വല്ലാഹി അതുകൊണ്ട് തന്നെ മാ കാന ലീ ഉദ്ർ എനിക്ക് വ്യക്തമായൊരു കാരണമില്ല. സത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം, എനിക്കൊരു കാരണമില്ല, ഇല്ലാതെയാണ് ഞാനിവിടെ പിന്തിയത്. ഇത് പറഞ്ഞു വല്ലാഹി മാ കുന്തു ഖത്തു അഖ്വാ വലാ ഐസറ മിന്നി ഹീന തഖല്ലഫതു അൻക നിങ്ങൾ കൂടെ യുദ്ധത്തിന് പോരാതെ നിന്ന സമയത്ത് ശാരീരികമായ ശക്തനാണ്, സാമ്പത്തികമായ കഴിവുള്ള ആളാണ്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമാണ്, എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇത് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അമ്മാ ഹാദാ ഫഖദ് സദഖ് ഈ വ്യക്തി സത്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുമ്പ് വന്ന് പറഞ്ഞ ആളുകൾ അവർ കള്ളന്മാരാണ്, കാപട്യമുള്ള ആളുകളാണ്. പക്ഷേ അവരോട് പ്രത്യക്ഷത്തിൽ നിലപാടെടുത്തു, തീരുമാനം അള്ളാഹുവിന് വിട്ടു. ഇവൻ സത്യം പറഞ്ഞു. അതുകൊണ്ട് ഫഖും ഹത്താ യഖ്ളി അല്ലാഹു ഫീക് പോയിക്കോ, അള്ളാഹു നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇനി ചെയ്യാനില്ല എന്ന് പറഞ്ഞു. സഹാബി പറയാണ് ഫഖുൽതു ഞാനിവിടെ എണീച്ചു. വസാറ റിജാലും മിൻ ബനി സലമത ഫഅതബഊനി ബനു സലമ കുടുംബത്തിൽപ്പെട്ട കുറേ ആളുകൾ എൻ്റെ കൂടെ ഓടിക്കൂടി. എന്നിട്ട് അവരോട് പറഞ്ഞു വല്ലാഹി മാ അലിംനാക അദ്നബത ദംബൻ ഖബ്ല ഹാദാ കഅബനി ഇതിൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്തൊരു വ്യക്തിയൊന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നീ ഒരു മോശപ്പെട്ട അഭിപ്രായക്കാരനല്ല. അതുകൊണ്ട് ലഖദ് അജസ്ത ഫീ അൻ ലാ തകൂന ഇഅ്തദർത ഇലാ റസൂൽ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് കാരണം പറഞ്ഞുകൂടേനോ? ഈ പറയുന്ന 19 ചില്ലാനം ആളുകൾ കാരണം പറഞ്ഞതുപോലത്തെ ഒരു കാരണം എന്തുകൊണ്ട് പറഞ്ഞുകൂടായിരുന്നു? ഫഖദ് കാന കാഫീക ദംബുക ഇസ്തിഗ്ഫാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഒരു തെറ്റ് ചെയ്തു, നീ ആ കളവ് പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടാൽ റസൂൽ പൊറുക്കലിനെ തേടിയാൽ വിഷയം സോൾവ് ചെയ്യുന്ന കാര്യമുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, അതോടുകൂടെ കാര്യം കഴിയൂലേ? എന്തുകൊണ്ട്? ഇതുപോലത്തെ കൂട്ടുകാരും കുടുംബങ്ങളും ഇവരും ഉണ്ടാകും നമ്മുടെ കൂടെ. ഇതുപോലത്തെ പ്രയാസങ്ങളിൽ പെടുമ്പോൾ ഇങ്ങനത്തെ നിലക്കുള്ള ഉപദേശകന്മാരുണ്ടാകും, ഇങ്ങനത്തെ നിലക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് അപകടപ്പെടുത്തുന്ന ആളുകളുണ്ടാകും. കഅബ് റളിയല്ലാഹു അൻഹു കൂടെ ഇവർ പറഞ്ഞു ഫഖദ് നിനക്കങ്ങനെ നിന്റെ തെറ്റ് ഒരു കളവ് പറഞ്ഞു പോന്നു, ആ തെറ്റിന് റസൂൽ പൊറുക്കലിനെ തേടിയാൽ കാര്യങ്ങൾ തീരുമായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു ഫവല്ലാഹി മാ സാലു യുഅന്നിബൂനനി അവർ എൻ്റെ കൂടെ കൂടി എന്നെ വീണ്ടും 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 അവർ പ്രേരിപ്പിച്ച് ഹത്താ അറത്തു അൻ അർജിഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഉകദ്ദിബ നഫ്സി മടങ്ങിപ്പോയിട്ട് ആദ്യം പറഞ്ഞതല്ല ശരി, ഇനി കാരണം ഉണ്ടേനു അതുകൊണ്ടേനു എന്ന് പറഞ്ഞ് കളവാക്കാൻ എൻ്റെ മനസ്സ് തോന്നുമാറ് അവരെന്നെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് പ്രലോഭനങ്ങളാണിത്. ഇത് പ്രകോപനമല്ല, പ്രലോഭനം. അവർ പറഞ്ഞ് പ്രലോഭിപ്പിക്കുക. ഇങ്ങനെ നമ്മുടെ മുന്നിൽ വരും ഒരുപാട് ആളുകൾ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രലോഭനം. അങ്ങനെന്ന് ദീനിൻ്റെ കാര്യം, ഇങ്ങനെന്ന് ആദർശത്തിൻ്റെ കാര്യം, ഇങ്ങനെന്ന് വേഷത്തിൻ്റെ കാര്യം, ഇങ്ങനത്തെ പ്രലോഭനക്കാർ വരും. വേറെ ഭാഗത്തിൽ പ്രകോപനത്തിൻ്റെ ആളുകൾ വരും ആദർശത്തിൽ മുന്നേറുമ്പോൾ. അപ്പോൾ സഹാബി പറയാണ് സുമ്മ ഖുൽതു ലഹും അപ്പോൾ എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞത് കളവാക്കി വീണ്ടും തിരിച്ചു ചെല്ലാൻ തോന്നിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഹൽ ലഖിയ ഹാദാ മഈ മിൻ അഹദിൻ ഈ ഒരു അനുഭവം എന്നെപ്പോലെ ഈ കൂട്ടത്തിൽ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു നഅം ലഖിയഹു മഅക റജുലാൻ രണ്ടാളുകൾക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആരാണ് ആ രണ്ടാളുകൾ? ഖാല മിസ്ല മാ ഖുൽത് നിങ്ങൾ പറഞ്ഞതുപോലെ അവരും സത്യം ചെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ആ രണ്ട് ആളുകൾ? അവരോട് റസൂൽ നിന്നോട് പറഞ്ഞതുപോലെ സത്യം പറഞ്ഞു, അള്ളാഹു തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി. ആരാണ്? ഞാൻ ചോദിച്ചു ആരാണ് അവർ? അവർ പറഞ്ഞു മുറാറത്ത് ബിനു റബീഅത്തുൽ ആമിരി, ഹിലാൽ ബിനു ഉമയ്യത്തുൽ വാഖിഫി. ഈ പറയുന്ന രണ്ട് സഹാബികളെ പേര് പറഞ്ഞു. അവരാണ്. ഇവരെ കാര്യം പറയുകയാണെങ്കിൽ ഫദക്കറൂ ലി റജുലൈനി സ്വാലിഹൈനി ഖദ് ഷഹിദ ബദ്റൻ ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖരായ ആദരണീയരായ രണ്ട് ആളുകളെയാണ് അവരെനിക്ക് പറഞ്ഞു തന്നത്. കഅബ് റളിയല്ലാഹു അൻഹുവിനുള്ളതുപോലെ ഒരു കാരണമില്ലാതെ യുദ്ധത്തിന് പോകാതെ പിന്തി റസൂൽ വന്നപ്പോൾ സത്യം അവർ റസൂലിനോട് പറഞ്ഞു, പൊയ്ക്കോളി നിങ്ങൾ, അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ രണ്ടാളുകൾ. ഉത്തമരായ ആദരണീയരായ ബദറിൽ പങ്കെടുത്ത രണ്ട് സഹാബികളെ പേര് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന രണ്ട് ആളുകൾ ബദറിൽ പങ്കെടുത്ത്. അപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫീഹിമാ ഉസ്വ എനിക്ക് മാതൃകയാക്കാൻ അവർ മതി. അവർക്കും ഇതേ അനുഭവമാണ് ഉണ്ടായത്. അവർ ഇതിൽ എന്ത് നിലപാടെടുക്കുന്നു ആ നിലപാട് ഞാനും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. നല്ല ആളുകൾ ആദർശത്തിൻ്റെ കാര്യത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ പ്രകോപനങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മുൻ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ, ഇതുപോലെ സഹാബികൾ, ഉത്തമരായ ആളുകളുടെ ചരിത്രത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ആദർശത്തിൽ ഉറച്ചു നിൽക്കും.
ആദർശത്തിൽ ഉറച്ചു നിൽക്കുക, അതിൽ നിന്ന് പിന്മാറാതെ എടുത്ത നിലപാടിൽ കൃത്യമായി മുന്നോട്ട് പോകും ചെയ്യുക. അതാണ് മഹാനായ സഹാബിയോടെ സ്വീകരിച്ചത്. അവരിൽ എനിക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ രണ്ടാളുകളെ പേര് എനിക്ക് പറഞ്ഞു തന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പോയി. ഖാല വനഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുസ്ലിമീന അൻ കലാമിന അയ്യുഹ സലാസ, ഞങ്ങൾ ഈ 3 ആളുകളോട് സംസാരിക്കുക പോലും ചെയ്യരുതേ എന്ന് പറഞ്ഞ് മറ്റുള്ള സഹാബികളെ റസൂൽ വിരോധിക്കുകയും ചെയ്തു. ഹജ്ർ എന്ന് പറയും ഇതിന്. പണ്ഡിതന്മാരിതിന് പറയുന്ന വാക്ക് ഹജ്ർ. ബിദ്അത്തിൻ്റെയോ പാപത്തിൻ്റെയോ പേരിൽ അറിയപ്പെട്ട ആളുകളാണ്. അവർക്ക് നസീഹത്തും അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് കൊടുത്തിട്ട് അവർ ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ തയ്യാറാതിരിക്കുമ്പോൾ ഭരണാധികാരികൾക്ക് അവരെ ഹജ്ർ ചെയ്യുക, സലാം പറയാതെ സംസാരിക്കാതെ അവരെ കൂട്ടത്തിൽ കൂട്ടാതെ ഹജ്ർ ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ പറയുന്ന കാര്യം അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ആര് തെറ്റ് ചെയ്താലും ആര് ബിദ്അത്തിൻ്റെ ആളാണെങ്കിലും ഒറ്റടിക്കട് ഹജ്ർ ചെയ്യുക, ഒരു സലാമുമില്ല, ഒരു കലാമുമില്ല, ഒരു സംസാരമില്ല. അങ്ങനെയല്ല, അതിൻ്റെ പിന്നിൽ വരുന്ന വരും വരായികളും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും പരിശോധിച്ചു കൊണ്ടായിരിക്കണം ഹജ്ർ ചെയ്യേണ്ടത്. നോക്കി നിങ്ങൾ, ഇപ്പം ഈ മുനാഫിഖീങ്ങളായ ആളുകൾ, അറിയപ്പെട്ട മുനാഫിഖീങ്ങൾ റസൂലിൻ്റെ സഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. അവരോട് ആരോടും ഹജ്ർ ചെയ്തിട്ടില്ല, അവരോട് സലാം പറയരുത്, സംസാരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. വേറെയും തെറ്റ് ചെയ്ത പല ആളുകളും പല സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഒഴിവാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചിട്ടില്ല. പ്രത്യേകമായ കേസുകളിൽ ഇങ്ങനെ ഹജ്ർ ചെയ്താൽ, ഒഴിവാക്കിയാൽ, ആ ആളുകൾ അവർ ചെയ്യുന്ന തെറ്റിൽ നിന്ന്, ബിദ്അത്ത് അനാചാരങ്ങളിൽ നിന്ന്, ദേഹ ഇച്ഛകൾ പോലത്തെ ഹവയിൽ നിന്ന് പിന്മാറും, നല്ലവരായി വരും എന്ന് ബോധ്യമുള്ള സമയത്ത് സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ഹജ്ർ ചെയ്യേണ്ടത്. അതല്ലാതെ എന്തെങ്കിലും സംശയത്തിൻ്റെ പേരിലോ ബിദ്അത്തുകാരനാണ്, അവർ ഖുറാഫാത്താണ്, വേറെതാണ് അറിയുമ്പോഴേക്കിന് ഹജ്ർ ചെയ്യുക, ഒഴിവാക്കുക. പ്രത്യേകിച്ച് അഹ്ലുസുന്ന ഇത്ര കുറവുള്ള ബലഹീനരായി നിൽക്കുന്ന സമൂഹത്തിൽ നാം കാണുന്ന ആളുകളൊക്കെ അവരൊക്കെ ഹജ്ർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നേട്ടത്തിനിലേറെ കോട്ടമാകാൻ സാധ്യതയുണ്ട്. കോട്ടം എന്ന് കരുതി അറിയപ്പെട്ട ബിദ്അത്തിലേക്ക്, വലാലത്തിലേക്ക് ക്ഷണിക്കുന്ന അറിയപ്പെട്ട പ്രസിദ്ധനായ എന്തു തന്നെയായാലും സ്വീകരിക്കാത്ത ആളുകളെ ഒഴിവാക്കണ്ട, മാറ്റി നിർത്തണ്ട എന്നുള്ളതല്ല. ചില ആളുകൾ ഒറ്റയടിക്ക് ഈ തീരുമാനങ്ങൾ എടുക്കും. അതല്ല അതിൻ്റെ നിയമം. വരും വരായികളും അതിൻ്റെ പിന്നിലുള്ള മസ്ലഹത്തും മഫ്സദത്തും കാര്യങ്ങൾ നോക്കിയായിരിക്കണം അത് ചെയ്യേണ്ടത്. ഇവിടെ ഏതാണെങ്കിലും ഞങ്ങൾ 3 ആളുകളോട് സംസാരിക്കുന്നതിൽ നിന്ന് മറ്റുള്ള മുസ്ലിമീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. മിൻ ബൈനി മൻ തഖല്ലഫ അൻ, മറ്റുള്ള 80 ചില്ലാനം മുനാഫിഖീങ്ങളായ ആളുകളുണ്ട്. ഒരു പ്രയാസവുമില്ല, ഒരു വിഷമവുമില്ല. ആരും കാണുന്നതിനോ സലാം പറയുന്നതിനോ സംസാരിക്കുന്നതിനോ യാതൊരു വിരോധമില്ലാതെ സന്തോഷത്തോടെ അവർ പോവുക. ഞങ്ങൾ 3 ആൾക്കും പ്രത്യേകമായ ഒരു നിയമം, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സത്യം പറഞ്ഞവരാണ് എന്ന് അവിടെ വെച്ച് പറഞ്ഞ ഞങ്ങളോട് പ്രത്യേകമായ ഈ ഒരു തീരുമാനം. മിൻ ബൈനി മൻ തഖല്ലഫ അൻഹു ഖാല, കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫജ്തനബന്നാസ്, ആളുകളെ ഞങ്ങൾ ഒഴിവാക്കി. ഞങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്ന് റസൂല് പറഞ്ഞു, ആളുകൾ ഞങ്ങൾ ഒഴിവാക്കി. വഖാല തഗയ്യറൂ ലനാ, മദീനയിലുള്ള ആളുകൾ മുമ്പുള്ള ആ അവസ്ഥയിൽ പൂർണ്ണമായൊരു മാറ്റം, മുമ്പുള്ള അവസ്ഥയിൽ, മുമ്പുള്ള അനുഭവത്തിൽ, മുമ്പുള്ള പരിചയത്തിൽ ഒന്നുമല്ല, ആളുകൾ പൂർണ്ണമായിട്ട് മാറി. ഹത്താ തനക്കറത് ലീ ഫീ നഫ്സി അൽ അർദ്, മദീന ഭൂമി എനിക്ക് അത് അപരിചിതമായി തോന്നി. മുൻ പരിചയമില്ലാത്ത രാജ്യം, മുൻ പരിചയമില്ലാത്ത ആളുകൾ, ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് അവിടെ വെച്ച് അനുഭവപ്പെട്ടു. ഫമാഹിയ ബിൽ അർളില്ലതി അഅരിഫു, മുമ്പ് ഞാൻ അറിയുന്ന മദീന പ്രദേശമല്ലത്. ഫമാഹിയ ബിൽ അർളില്ലതി അഅരിഫു, മുമ്പ് ഞാൻ അറിയുന്ന മദീന പ്രദേശമോ ആ ആളുകളോ അല്ലാത്ത ഒരവസ്ഥ എനിക്ക് വന്നു. ഫലബിസ്ന അലാ ദാലിക 50 ലൈല, 50 ദിവസമാണ് ഈ ഒരു അനുഭവത്തോടു കൂടെ ഞങ്ങൾക്ക് കഴിച്ചു കൂട്ടേണ്ടി വന്നത്. ഫഅമ്മാ സാഹിബായ ഫസ്തകാന, എൻ്റെ 2 കൂട്ടുകാർ, മുമ്പ് പറയപ്പെട്ട ആ 2 കൂട്ടുകാരായ ആളുകൾ, മഹാനായ മുറാറത്ത് ഇബ്നു റബിയ റളിയല്ലാഹു അൻഹു, ഹിലാൽ ഇബ്നു ഉമയ്യ അൽ വാഖിഫി റളിയല്ലാഹു അൻഹു, ഈ പറയുന്ന 2 ആളുകൾ ഫസ്തകാന, അവർ തളർന്ന് മാനസികമായി തകർന്ന് അവർ സമൂഹത്തിൽ ഇറങ്ങാതെ വീട്ടിൽ തന്നെ വഖഅദ ഫീ ബുയൂതിഹിമാ യബ്കിയാൻ, കരഞ്ഞുകൊണ്ട് അവരവരെ വീട്ടിൽ കഴിച്ചുകൂട്ടാൻ തുടങ്ങി. അമ്മാ അന, എൻ്റെ അവസ്ഥ, ഫകുന്തു അശബ്ബൽ ഖൗമി വ അജ്ലദഹും, ഈ 2 ആളുകളെ അപേക്ഷിച്ച് ഞാൻ നല്ല യുവത്വമുള്ള, നല്ല ശക്തിയും കരുത്തുമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഫകുന്തു അഖ്റുജു ഫഅഷ്ഹദു സ്വലാ, ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങും,
പള്ളിയിലേക്ക് ഇറങ്ങും, നിസ്കാരത്തിൽ പങ്കെടുക്കും. അതൂഫു ഫിൽ അസ്വാഖി, അവിടെയുള്ള മാർക്കറ്റിൽ കൂടെയൊക്കെ ഞാൻ പോയി നടക്കും ചെയ്യും. ആരും മിണ്ടൂല, ആരും സംസാരിക്കൂല, ആരും സലാം പോലും പറയൂല, പറഞ്ഞാലും മടക്കൂല. വലാ യുകല്ലിമുനി അഹദുൻ, ആരും എന്നോട് സംസാരിക്കുകയില്ല. വആതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിൽ ഞാൻ ചെല്ലും. ഫഉസല്ലിമു അലൈഹി വഹുവ ഫീ മജ്ലിസിഹി ബഅദ സ്വലാ, നിസ്കാരത്തിൻ്റെ ശേഷം റസൂൽ ഇരിക്കുന്ന സദസ്സിലായിരിക്കും, ഞാൻ അവിടെ ചെന്ന് സലാം പറയും. ബഅദ സ്വലാ ഫഅഖൂലു ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ പറയും, ഹൽ ഹർറക ശഫതൈഹി ബിറദ്ദിസ് സലാമി അം ല, റസൂൽ സലാം അടക്കി ചുണ്ടടയ്ക്കോ? ഒച്ചയിൽ കേൾക്കുന്ന നിലക്ക് സലാം അടക്കലില്ല, ആരുമില്ല, റസൂലും ഇല്ല. പക്ഷേ ചുണ്ടടയ്ക്കോ എനിക്ക് സലാം അടക്കിക്കൊണ്ട് എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറയും. ഔല സുമ്മ ഉസല്ലി ഖരീബൻ മിന്നു, പിന്നെ സുന്നത്തായ നിസ്കാരക്ക് റസൂൽ ഇരിക്കുന്നതിൻ്റെ ഏകദേശം അടുത്ത് പോയി ഞാൻ നിസ്കരിക്കും. വ ഉസാരിഖുഹുൻ നളർ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കട്ടു നോക്കും, റസൂലിൻ്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കും, എന്നിലേക്ക് നോക്കുന്നുണ്ടോ എന്നുള്ളത്. ഫൈദാ അഖ്ബൽതു അലാ സ്വലാത്തി നളറ ഇലയ്യ, ഞാൻ എൻ്റെ നിസ്കാരത്തിൽ പൂർണ്ണമായി അതിൽ ശ്രദ്ധിച്ചതിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചാൽ റസൂൽ എൻ്റെ അടുത്തേക്ക് നോക്കും. വഇദാ ഇൽതഫത്തു നഹ്വഹു അറള അന്നി, റസൂലിൻ്റെ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു സലാം വീട്ടാനോ മറ്റോ ഞാൻ തിരിയുകയാണെങ്കിൽ റസൂൽ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു കളയും. ഈ അവസ്ഥ അങ്ങനെ ഹത്താ ഇദാ ത്വാല ദാലിക അലയ്യ മിൻ ജഫ്വത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ അകൽച്ച, സലാം പറയാനില്ല, സംസാരിക്കാനില്ല, കൂട്ടത്തിൽ കൂട്ടാനില്ല, റസൂലിൻ്റെ ഭാഗത്തിൽ ഈ ഒരു അകൽച്ച എനിക്ക് ദീർഘമായി അനുഭവപ്പെട്ടപ്പോൾ മശൈത്തു, ഒരു ദിവസം ഞാൻ പോയി, ഹത്താ തസവ്വർതു ജിദാര ഹായിത്ത് അബീ ഖതാദ, അബൂ ഖതാദ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകനായിരുന്നു, ആത്മമിത്രമായിരുന്നു, കൂട്ടുകാരനായിരുന്നു. അബൂ ഖതാദയുടെ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ ആ മതിൽ ഞാൻ ചാടിക്കടന്ന് തോട്ടത്തിലേക്ക് പോയി. വഹുവ ഇബ്നു അമ്മി, അബൂ ഖതാദ എൻ്റെ പിതൃവിൻ്റെ മകനാണ്. വഅഹബ്ബുന്നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സുഹൃത്താണ്, ഏറ്റവും അടുത്ത ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അങ്ങനെ ഞാൻ പോയപ്പോൾ ഫസല്ലംതു അലൈഹി, അബൂ ഖതാദക്ക് ഞാൻ സലാം പറഞ്ഞു. ഫവല്ലാഹി മാ റദ്ദ അലയ്യ സലാം, അള്ളാഹുവാണ് സത്യം, ഇത്തരടുത്ത കുടുംബപരമായിട്ടും അതേപോലെ തന്നെ സ്നേഹപരമായിട്ടുമുള്ള ഈ ആത്മമിത്രമായ സഹോദരൻ എനിക്ക് സലാം അടക്കിയില്ല. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് സലാം മടക്കിയില്ല. ഫസല്ലംതു അലൈഹി ഫവല്ലാഹി മാ റദ്ദ അലയ്യ സലാം ഫഖുൽതു ലഹു, അപ്പം ഞാൻ ചോദിച്ചു, യാ അബാ ഖതാദ അൻഷുദുക്കല്ലാഹ് ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ചോദിക്കാൻ, ഹൽ തഅലമന്ന അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്, നിനക്കറിയൂലേ ഞാൻ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും സ്നേഹിക്കുന്ന ഒരാളാന്നുള്ളത് നിനക്കറിയൂലേ? ഞാൻ മുനാഫിഖാ? അവർ ചെയ്തതുപോലത്തെ പണി ചെയ്ത ആളെത്തെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഫസക്കത്ത്, അബൂ ഖതാദ മൗനം പാലിച്ചു, ഒന്നും മറുപടി പറഞ്ഞില്ല. ഫഉത്തു ഫനാശത്തുഹു ഫസക്കത്ത്, വീണ്ടും ഇതേ ചോദ്യം ഞാൻ അബൂ ഖതാദയോട് ആവർത്തിച്ചു, അദ്ദേഹം മൗനം പാലിച്ചു. മൂന്നാമതും ഞാൻ ചോദിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ച സമയത്ത് ഫഖാല അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ, അബൂ ഖതാദ നിനക്കതറിയൂലേ എന്ന് ചോദിച്ചപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം അല്ലാഹു റസൂലുഹു അലം. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കൃത്യമായി പാലിക്കുന്നവരായിരുന്നു. അതാണ് ഇതിലുള്ള പാഠം. ഏതു വലിയ കുടുംബബന്ധാണെങ്കിലും ഏത് വലിയ ആത്മമിത്രാണെങ്കിലും ദീനിൻ്റെ കാര്യത്തിൽ അതിൽ വ്യതിചരിക്കുകയോ അതിൽ എന്തെങ്കിലും ഒരു വെള്ളം ചേർക്കലോ വിട്ടുവീഴ്ചയോ അവരുടെ ഭാഗത്തിൽ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായി അത് പാലിക്കാൻ അവർ തയ്യാറായിരുന്നു, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമായിരുന്നു. ഇത് മുസ്ലിമീങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മഹത്തായി ആദരവോടെ നടപ്പാക്കേണ്ട ഒരു നിയമമാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു തീരുമാനമെടുത്താൽ പിന്നെ എനിക്കെൻ്റെ ഇഷ്ടം, നാടിൻ്റെ ഇഷ്ടം, കുടുംബത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അതിന് വിരുദ്ധമായി ചെയ്യുക എന്നുള്ളതൊരു മുഅ്മിനായ സ്ത്രീക്കോ മുഅ്മിനത്തായ സ്ത്രീക്കോ മുഅ്മിനായ പുരുഷനോ യോജിച്ചതല്ലോ. മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരി. നമ്മുടെ ഇഷ്ടം ഇല്ല, ദീനിൻ്റെ കാര്യത്തിൽ അതില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന പ്രകാരം അബൂ ഖതാദ പറഞ്ഞു അല്ലാഹു വറസൂലുഹു ആലം. അപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു ഫഫാലത്ത് ഐനായ, എൻ്റെ രണ്ട് കണ്ണും കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു ഒഴുകിപ്പോയി, താങ്ങാൻ കഴിയാത്ത സങ്കടം. അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്, നിനക്ക് അറിയൂലേ എന്ന് ചോദിച്ചപ്പോൾ ഇത്ര അടുത്ത ഈ വ്യക്തി അല്ലാഹു റസൂലുഹു ആലം, അള്ളാഹുവിനും അവൻ്റെ റസൂൽ
റസൂലും അറിയാം എന്ന് പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. വതവല്ലൈതു ഹത്താ തസവ്വർതുൽ ജിദാർ, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞ് ആ മതിൽ ചാടിക്കടന്ന് തിരിച്ചു പോന്നു. ഫബൈന അന അംശി ഫി സൂഖിൽ മദീന, അങ്ങനെ ഞാൻ മദീന പട്ടണത്തിൽ കൂടെ അപരിചിതനായി, ആരുമില്ലാതെ നിസ്സഹായനായി അദ്ദേഹം നടക്കുന്ന സമയത്ത്, അങ്ങനെ മദീന പട്ടണത്തിൽ നടക്കുന്ന സമയത്ത് ഇദാ നബത്തിയുൻ മിൻ നബത്തി അഹ്ലി ശ്യാം, ശ്യാംകാരായ കർഷകരായ ഒരു മനുഷ്യൻ അതാ മദീന പട്ടണത്തിൽ വെച്ച്, അഥവാ നബത്തി എന്ന് പറയുന്ന കർഷകൻ എന്ന് പറയുന്നത് ഷാമിൽ, സിറിയ, ഫലസ്തീൻ, ലബനാൻ പോലത്തെ ആ പ്രദേശങ്ങളിൽ പഴങ്ങളും മറ്റും കൃഷി ചെയ്ത്, ധാന്യങ്ങൾ കൃഷി ചെയ്ത് ആ കൃഷി ഉൽപ്പന്നങ്ങളുമായി മദീനയിലേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്ന വ്യക്തി. അവിടെ കൃഷിയാണ്, ആ കൃഷിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ, ധാന്യങ്ങളൊക്കെ വളവെടുത്തിട്ട് ഉണക്കിയ പഴങ്ങളുണ്ടാകും, അതേപോലെ തന്നെ ഗോതമ്പ് പോലത്തെ ധാന്യങ്ങളുണ്ടാകും, മറ്റു ധാന്യങ്ങൾ, ഈ പറയുന്ന സാധനങ്ങളുമായി മദീനയിലേക്ക് വരും. മദീനയിൽ വന്നാൽ ഇവിടെ മദീനയിലുണ്ടായിരുന്ന തുകലുകൾ, അതേപോലെ കാരക്കകൾ പോലത്തെ സാധനങ്ങൾ ഇവർ ഷാമിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. ഇതുപോലത്തെ ഒരു ഭാഗത്തിൽ കൂടെ കർഷകനുമാണ്, മറ്റൊരു ഭാഗത്തിൽ കൂടെ കച്ചവടക്കാരനുമാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ മദീന പട്ടണത്തിൽ ഭക്ഷണവുമായി വന്ന് ഇവിടെ വിൽക്കാൻ വേണ്ടി വന്ന ആള് പട്ടണത്തിൽ വെച്ച് വിളിച്ചു പറയാണ്, മൻ യദുല്ലു അലാ കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു മാലിക് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ മദീനത്തുണ്ട്, ആരാണ് എനിക്ക് ആ മനുഷ്യൻ എന്ന് കാണിച്ചു തരിക. നോക്കി നിങ്ങൾ, ഈ പറയുന്ന മനുഷ്യൻ ഷാമിൽ നിന്ന് വന്നതാ. റോമക്കാരായ ആളുകൾ, അവിടെയുള്ള രാജാവ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഒരു എഴുത്തും കൊണ്ടാണ് ഈ വ്യക്തി കച്ചവടത്തിൽ വന്ന സമയത്തുള്ളത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ശത്രുക്കൾ അന്നുണ്ടായിരുന്നു. അന്ന് മദീനയിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. ഇന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഈ കൂടിയിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്ന ഇതിന് വിരുദ്ധമായ ശത്രുക്കൾ പല രൂപത്തിലും പല കോലത്തിലും ഉണ്ടാകും. മുസ്ലിമീങ്ങൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനും ആദർശമായി പോകുമ്പോൾ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളും വളരെ ശക്തമായ ജാഗ്രത പാലിക്കാൻ തയ്യാറാവണം. ഈ കച്ചവടക്കാരനായ മനുഷ്യൻ മദീന പട്ടണത്തിൽ വെച്ച് ചോദിക്കുകയാണ്, കഅബ് ഇബ്നു മാലിക് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, ആരാണ് ആ മനുഷ്യനെ എനിക്കൊന്ന് അറിയിച്ചു തരിക. ഖാല, കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫതഫിഖന്നാസു യുശീറൂന ലഹു, ആ കച്ചവടക്കാരനിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയ ആളുകൾ എന്നിലേക്ക്, ഹത്താ ജാഅനി, ആ കച്ചവടക്കാരൻ എൻ്റെ അടുത്ത് വന്നു. ഫദഫഅ ഇലയ്യ കിതാബൻ മിൻ മലികി ഗസ്സാൻ, ഗസ്സാൻ എന്ന് പറയുന്ന റോമക്കാരായ ചക്രവർത്തിയുടെ കീഴിലുള്ള നാട്ടുരാജാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആ പ്രദേശത്തിലുള്ള ഗസ്സാൻ എന്ന് പറയുന്ന രാജാവിൽ നിന്നുള്ളൊരു എഴുത്ത് ഈ കച്ചവടക്കാരൻ എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കയ്യിൽ വകുന്തു കാത്തിബൻ, കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഫഖറഅതുഹു, ഞാൻ ആ എഴുത്ത് വായിച്ചു. ഫഇദാ ഫീഹി, അപ്പോൾ അതിലുള്ളത് അമ്മാ ബഅദു ഫഇന്നഹു ഖദ് ബലഗനാ അന്ന സാഹിബക ഖദ് ജഫാക, ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് നിന്റെ കൂട്ടുകാരൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ അകറ്റിയിട്ടുണ്ട്, നിന്നോടുള്ള ബന്ധം മുറിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലം യജഅൽകല്ലാഹു ബിദാരി ഹവാനിൻ വലാ മദിയ, നിന്ദതയുടെയോ നിന്റെ കാര്യങ്ങളൊക്കെ പാഴാകുന്ന നിസ്സഹായതയുടെ ഒരു നാട്ടിൽ അള്ളാഹ് നിന്നെ ആക്കിയിട്ടില്ല. ഫൽ ഹഖ് ബിനാ നുവാസിക്, നീ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നോ, വേണ്ടത് ഞങ്ങൾ നിനക്ക് തരാൻ തയ്യാറാണ്. സ്ഥാനം വേണോ, സമ്പത്ത് വേണോ, സൗകര്യങ്ങൾ വേണോ, എന്താണ് ഞങ്ങൾ നിനക്ക് തരാൻ തയ്യാറാണ്. ശത്രുക്കൾ ഇത് മറ്റൊരു പരീക്ഷണം മഹാനായ സഹാബിയെ പിടികൂടാണ്. ഇങ്ങനത്തെ നിസ്സഹായതയിൽ ആരും സലാം പറയാനും മുണ്ടാനും സഹായിക്കാനും പരിചയപ്പെടാനും ഇല്ലാത്ത ഈ പറയുന്ന സമയത്ത് മറ്റൊരു പരീക്ഷണം അദ്ദേഹത്തിൻ്റെ തലൻ്റെ മുകളിൽ വരിക. നമുക്ക് പലപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആദർശത്തിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ പോകുമ്പോൾ ഇതുപോലത്തെ പരീക്ഷണങ്ങൾ വീണ്ടും നമ്മുടെ മുന്നിൽ വരാനൊക്കെ പലപ്പോഴും സാധ്യതയുണ്ട്, പല രൂപങ്ങളിൽ കൂടെ. അതുകൊണ്ട് ഫൽ ഹഖ് ബിനാ നുവാസിക്, ഞങ്ങളുടെ അടുത്തേക്ക് വന്നോ, വേണ്ടതുപോലെ വിശാലത ഞങ്ങൾ നിനക്ക് നൽകാം. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽതു ഹീന ഖറഅതുഹാ, ആ എഴുത്ത് ഞാൻ വായിച്ച സമയത്ത് പറഞ്ഞു, വഹാദിഹി അയ്ളം മിനൽ ബല, ഇത് മറ്റൊരു പരീക്ഷണമാണ്. ഈ അസന്നിഗ്ധ ഘട്ടത്തിൽ, ഈ പ്രയാസത്തിൻ്റെ സമയത്ത് ഇത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് അകറ്റിയിട്ട് ശത്രുക്കൾ അവരുടെ ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. ഒരു മനുഷ്യൻ തകർന്നില്ല, പിന്നെ ദീന് പോയി റസൂലിൻ്റെ ശത്രുപക്ഷത്തായി, എന്താ പിന്നെ നേടാനുള്ളത്? ഇത് മറ്റൊരു പരീക്ഷണമാണ്. അദ്ദേഹം പറയാണ്, ഫതയാമംതു ബിഹത്തന്നൂർ, ആ എഴുത്തും കൊണ്ട് ഞാൻ നേരെ അടുപ്പിലേക്കാണ് പോയത്. ഫസജർതുഹാ ബിഹാ, രണ്ടാമതൊന്ന് വായിച്ച്
എൻ്റെ മനസ്സിന് എന്തെങ്കിലും ഒരു പതർച്ച പിടികൂടാതിരിക്കുമാർ അടുപ്പിൽ കൊണ്ടുപോയി ഞാൻ അതിനെ കത്തിച്ച് കളഞ്ഞു. എന്നാലും അദ്ദേഹം പറഞ്ഞത് ആ വോയിസ് ഒന്ന് കേട്ടു വെക്കുക. മൂപ്പര് പറഞ്ഞു എന്നാലും ശരി തന്നെയല്ലേ, എന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലസ് പോയിൻ്റ് ഉണ്ടല്ലോ എന്ന് പറയാൻ പോലും അവസരം കൊടുക്കാതെ, കണ്ണ് മുന്നിൽ കാണാതെ, ചിന്ത വരാതെ ഞാനത് അടുപ്പിൽ കൊണ്ടുപോയി കത്തിച്ചു. അങ്ങനെ ഹത്താ ഇദാ മളത് 40 മിനൽ 50, 50 ദിവസമാണ് ഈ പരീക്ഷണം അവർക്ക് പിടികൂടിയ ദിവസങ്ങൾ. അതിൽ 40 ദിവസം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു വഹി ഇതുവരെ വന്നതുമില്ല, എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് ഒരു വഹി വന്നതുമില്ല. അങ്ങനെയായി ആ സമയത്ത് അങ്ങനെ 40 ദിവസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ആ വന്ന ആൾ പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറുക അൻ തഅതസില ഇംറഅതക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒഴിവാക്കാൻ കൽപ്പിക്കുന്നുണ്ട്. പരീക്ഷണം വീണ്ടും. ഭാര്യയുമായി സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ മുണ്ടി സംസാരിച്ച് പോകുന്ന സമയത്ത് വേറെ ആരുമില്ലല്ലോ, ആ സമയത്ത് വരെ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി നിന്നോട് കൽപ്പിക്കുന്നുണ്ട് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഉത്വല്ലിഖുഹ, ഞാൻ അവളെ മൊഴി ചൊല്ലി ഒഴിവാക്കണം, ഇതാണോ കൽപ്പന? അമ്മാദാ അഫൽ, അല്ല എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പം വന്ന ആൾ പറഞ്ഞു, ലാ ബൽ യഅ്തസിൽഹാ ഫലാ യഖ്തഖറബന്നഹ, അവളുമായിട്ടുള്ള ശാരീരികമായ ബന്ധം മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവാതെ നിലക്ക് അവളെ മാറ്റി നിർത്തണം, അല്ലാതെ വിവാഹമോചനം ചെയ്യേണ്ട ആവശ്യം ഇല്ല. സംസാരവും കാര്യങ്ങളും ബന്ധങ്ങളും സേവനങ്ങളും ഒന്നുമില്ലാതെ മാറി നിൽക്കണം, ഇതാണ് കൽപ്പന, ഇതാണ് റസൂലിൻ്റെ കൽപ്പന. അതേപോലെ ഫഅർസല ഇലാ സാഹിബയ്യ ബിമിസ്ലി ദാലിക്, എൻ്റെ 2 കൂട്ടുകാർ അവരുടെ അടുത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ കൽപ്പനയുമായി ആൾ പറഞ്ഞയച്ചു. ഖാല ഫഖുൽതു ലിംറഅതിഹി, അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇൽഹഖി ബി അഹ്ലിക്, നീ നിൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയിക്കോ. ഇവിടെ വീട്ടിൽ നിന്നാൽ മനുഷ്യന്മാരാണ്, റസൂലിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ എന്തെങ്കിലും സംഭവിച്ചാൽ ഫകൂനി അൻദഹും, നീ നിൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോയി താമസിച്ചോ. ഹത്താ യഖ്ളി അല്ലാഹു ഫി ഹാദൽ അംർ, അല്ലാഹു നമ്മുടെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്ത് അറിയിക്കുന്നത് വരെ. قال فجاءت امرأة هلال بن أمية رسول الله صلى الله عليه وسلم, എൻ്റെ കൂട്ടുകാരിൽപ്പെട്ട ഹിലാൽ ബിൻ ഉമയ്യയുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഫഖാലത്ത് ലഹു, അവർ റസൂലിനോട് പറഞ്ഞു, ഇന്ന ഹിലാൽ ബിൻ ഉമയ്യത ശൈഖുൻ ളായിഉൻ, അല്ലാഹുവിൻ്റെ റസൂലേ, ഹിലാൽ ബിൻ ഉമയ്യ എന്ന് പറഞ്ഞാൽ ശാരീരികമായി പാഴായി പോയ, ആരോഗ്യം കാര്യങ്ങളൊക്കെ നശിച്ചു പോയ ഒരു വയസ്സനാണ്. ലൈസ ലഹു ഖാദിമുൻ, അദ്ദേഹത്തിന് ഒരു സേവകനോ ഒരു സർവൻ്റോ ഒന്നുമില്ല. ഫഹൽ തക്റഹു അൻ അഖ്ദിമഹു, അദ്ദേഹത്തിന് എന്തെങ്കിലും സേവനം ഞാൻ ചെയ്തവിടെ നിന്നോട്ടെ. ശാരീരികമായി താല്പര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അതിന് മാത്രം പ്രായമുള്ള, അത്ര പ്രായമുള്ളൊരു മനുഷ്യനാണ്. തബൂക്ക് എന്ന് ഇത്ര ദൂരത്തേക്ക് യുദ്ധത്തിന് പോകാത്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഈ നിയമ നടപടികൾക്ക് വിധേയമാകുന്നത്. ഇത്ര വയസ്സായി, ശാരീരികമായി ക്ഷീണിതനായി മനുഷ്യൻ ഇത്ര ദൂരത്തുള്ള യുദ്ധത്തിലേക്ക് പോകാത്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ കർശനമായി ഈ നിയമനടിക്ക് വിധേയമാകുകയാണ് ആ സഹാബി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വല്ല ഖിദ്മത്തും ഞാൻ ചെയ്യട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വലാകിൻ ലാ യഖറബന്നകി, അവൻ എന്തെങ്കിലും ഖിദ്മത്ത്, ഇങ്ങനെ വയസ്സായ ഒരാളാണ്, ശാരീരികമായ അവശതയുള്ള ആളാണ്, അദ്ദേഹത്തിന് ഈ പറയുന്ന സംഭവത്തിൻ്റെ പേരിൽ മാനസികമായി വല്ലാത്ത വ്യസനത്തിലാണ്, അവന് സേവനം ചെയ്യുന്നതിന് വിരോധമില്ല, പക്ഷേ ശാരീരികമായി അടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഫഖാലത്ത്, ഭാര്യ പറഞ്ഞു, ഇന്നഹു വല്ലാഹി മാ ബിഹി ഹറകത്തുൻ ഇലാ ഷൈ, എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള അനക്കം പോലും ആ മനുഷ്യനില്ല, ഇങ്ങനത്തെ അവസ്ഥയിലാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഉണ്ടാകൂല സേവനം ചെയ്യാൻ. വല്ലാഹി മാ സാല യബ്കി മുൻദു കാന മിൻ അംരിഹി മാ കാന ഇലാ യൗമിഹി ഹാദാ, ഈ ഒരു പ്രയാസം ദുരിതം അകപ്പെട്ടോടെ മുതൽ ഈ നിമിഷം വരെ കരഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ കഴിച്ചു കൂട്ടുന്നത്, അങ്ങനത്തെ വ്യസനത്തിലാണ്, വിഷമത്തിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫഖാല ലി ബഅദു അഹ്ലി, അപ്പോൾ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ അവിടെ നിൽക്കുന്നതിനും സേവനം ചെയ്യുന്നതിനും വിരോധമില്ല എന്ന് റസൂൽ പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും എൻ്റെ കുടുംബങ്ങളും വേണ്ടപ്പെട്ട ആളുകളും എൻ്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് അവരോട് പറയാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ വന്ന് പറഞ്ഞു, ലവിസ്തഅദൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇംറഅതിക്, നിൻ്റെ ഭാര്യൻ്റെ കാര്യത്തിലും ഇതുപോലെ റസൂലിനോട് ഒരു അഭിപ്രായം ചോദിച്ച് സേവനം ചെയ്യാനും കൂടെ കഴിയാനും ഒറ്റപ്പെട്ട് ജീവിക്കണ്ടല്ലോ, ഇങ്ങനെ ഒരു അനുവാദം ചോദിച്ചൂടെ? ഹിലാൽ ഇബ്നു ഉമയ്യയുടെ ഭാര്യയ്ക്ക് സമ്മതം കൊടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ലാ അസ്തഅദിനു ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിൻ്റെ അടുത്ത് പോയി ഇതിൽ അഭിപ്രായം ചോദിക്കാൻ പോകുന്നില്ല. വമാ യദ്രീനി മാദാ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസ്തഅദൻതുഹു ഫിഹാ, ഭാര്യയുടെ കാര്യത്തിൽ അവിടുന്ന് സമ്മതം ചോദിച്ചാൽ എന്നോട് എന്താ പറയാന്നുള്ളത് എനിക്കറിയൂല. കാരണം ഞാനാണെങ്കിൽ വ അന റജുലുൻ ഷാബുൻ, ഞാൻ യുവാവല്ലേ, എനിക്ക് സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുണ്ടല്ലോ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. ഫലബി
ഫലബിസ്തു ബിദാലിക 10 ലയാലിൻ, അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് ഭാര്യ പോലും അടുത്തില്ലാതെ പൂർണ്ണമായ ഏകനായി ഒറ്റപ്പെട്ടുകൊണ്ട് 10 ദിവസം കൂടി ഞങ്ങൾ കഴിച്ചുകൂട്ടി. ഫകമുല ലനാ 50 ലൈലത്തൻ മിൻ ഹീന നുഹിയ അൻ കലാമിന, ഞങ്ങളോട് ഹജ്ർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച അവിടെ മുതൽ ഈ ദിവസം വരെ 50 ദിവസങ്ങൾ അങ്ങനെ പൂർത്തിയായി. ഖാല, അങ്ങനെ കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ സല്ലൈതു സ്വലാത്തുൽ ഫജ്രി സബാഹ 50 ലൈല, 50ാമത്തെ ആ രാത്രിയുടെ ഫജ്ർ നിസ്കാരം എൻ്റെ വീട്ടിൻ്റെ മുകളിൽ വെച്ചാണ് ഞാൻ നിസ്കരിച്ചത്. പള്ളിയിലേക്ക് പോയിട്ടില്ലായിരുന്നു. ഉദറുണ്ടാകും, ശാരീരികമായി മാനസികമായി ഒക്കെ വല്ലാത്ത വിഷമങ്ങളും ഈ പോലത്തെ ഹജ്റുകളുണ്ടായി. അങ്ങനെ അന്ന് നിസ്കരിക്കുകയാണ്. അലാ വഹരി ബൈത്തിൻ മിൻ ബുയൂത്തിന, ഞങ്ങളുടെ വീടുകളിൽപ്പെട്ട ഒരു വീടിൻ്റെ മുകളിൽ കയറി നിസ്കരിക്കുകയാണ്. ഫബൈന അന ജാലിസുൻ അലൽ ഹാൽ, എൻ്റെ ആ അവസ്ഥയിൽ ഞാൻ ഇരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞ്. ഏതവസ്ഥ? അല്ലതീ ദക്കറല്ലാഹു അസ്സ വജല്ല മിന്ന, അള്ളാഹു ഞങ്ങളെക്കുറിച്ച് ആ അവസ്ഥ സൂറത്ത് തൗബയിൽ പറഞ്ഞിട്ടുണ്ട്. വഅല സലാസത്തി ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത് വളാഖത് അലൈഹിം അൻഫുസുഹും, ഭൂമി വിശാലമാണ്, പക്ഷെ അവരെ സംബന്ധിച്ച് അത് ഇടുങ്ങിയതും കുടുങ്ങിയതുമാണ്, അപരിചിതമാണ്. സ്വന്തം മനസ്സും ശരീരം അവർക്ക് ഇടുങ്ങിക്കുടുങ്ങിയതാണ്. അവർ വിചാരിക്കുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള അഭയം അവനല്ലാതെ വേറെ ഒരു അഭയ കേന്ദ്രമില്ല എന്ന് കൃത്യമായി അവർ വിശ്വസിച്ച് അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടുകയാണ്. ഈ പറയുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. ശാരീരികവും മാനസികവുമായി ഇടുങ്ങി കുടുങ്ങി. നാട്ടിലാണെങ്കിൽ ആരും സംസാരിക്കാനില്ല, കൂടെ ആരുമില്ല, സഹായത്തിനാരുമില്ലാത്ത ഈ അവസ്ഥയിൽ വളാഖത് അലയ്യൽ അർള്, ഭൂമി അത് വിശാലമാണ്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അത് ഇടുങ്ങി കുടുങ്ങിയതാണ്. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഈ മനുഷ്യൻ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, സമിഅതു സൗത സാരിഖിൻ ഔഫ അലാ സൽഇൻ, എൻ്റെ വീടിൻ്റെ ആ പരിസരത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരാളെ ശബ്ദം ഞാൻ കേട്ടു. ഫജ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മാനസികമായി ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ ഒരാൾ കയറി നിന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. യഖൂലു ബി അഅലാ സൗതിഹി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദത്തോടെ പറയുന്നു, യാ കഅബ് ഇബ്ന മാലിക് അബ്ശിർ, യാ കഅബ് ഇബ്ന മാലിക് അബ്ശിർ, കഅബ് ഇബ്ന മാലികേ സന്തോഷിച്ചോ, കഅബ് ഇബ്നു മാലിക് സന്തോഷിച്ചെന്ന് ഉച്ചത്തിൽ ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത് കേട്ടു. ഫഖറർതു സാജിദൻ, അള്ളാഹുവിനെ നന്ദിയായിക്കൊണ്ട് ഞാൻ സുജൂദിലേക്ക് വീണു. നമുക്ക് അപ്രതീക്ഷിതമായി വലിയൊരു നിഅമത്ത് നമുക്ക് ലഭിക്കുക, ഏതെങ്കിലും ഒരു വിപത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷയും സുരക്ഷയും ലഭിച്ചു എന്നുള്ള വിവരം കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ പറയുന്ന സുജൂദാണ് സുജൂദു ശുക്ർ എന്ന പേരിലുള്ള ഈ പറയുന്ന പ്രത്യേകമായ നിഅമത്ത്. ഏതെങ്കിലും ഒരു ഫുഡ് കിട്ടി, അതല്ലെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞ് തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളുകൾ, അതേപോലെ തന്നെ ചില ഖുറാഫാത്തിൻ്റെ ആളുകൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കാണുക സുജൂദ് ചെയ്യും. ശുക്റിൻ്റെ സുജൂദാണ്. ഞാൻ ജമാഅത്ത് നിസ്കാരത്തിലൊക്കെ പങ്കെടുത്തു. ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും അങ്ങനെ സംഭവം. അങ്ങനെയല്ല, അങ്ങനെ പരിപാടികളില്ല. പ്രത്യേകമായ ഒരു നല്ലൊരു നിഅമത്ത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന, അതല്ല ഓരോ നിത്യജീവിതത്തിലും വരുന്ന ഓരോന്നിനും ശുക്റിൻ്റെ സുജൂദില്ല. ഇങ്ങനത്തെ പ്രത്യേകമായ ഒരു നിഅമത്ത് നമുക്ക് ലഭിച്ചു എന്നോ, അതല്ലെങ്കിൽ ഒരു വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷയും സുരക്ഷയും കിട്ടി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് സുന്നത്താക്കപ്പെട്ട സുജൂദാണ് ശുക്റിന്. ഫഖറർതു സാജിദൻ, സുജൂദ് ചെയ്തുകൊണ്ട് ഞാൻ വീണു. വഅറഫ്തു അൻ ഖദ് ജാഅ ഫറജുൻ, എനിക്ക് വ്യക്തമായി അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ളൊരു ആശ്വാസം ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ വിപത്തിൽ നിന്ന് ഒരാശ്വാസം ഇവിടെ വന്നിട്ടുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫആദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ ബിതൗബത്തില്ലാഹി അലൈനാ ഹീന സ്വല്ലാ സ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നിസ്കാരം കഴിഞ്ഞ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ തൗബ സ്വീകരിച്ചു എന്നുള്ള ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്തു സഹാബികളുടെ ഇടയിൽ. ഫജ്ർ നിസ്കാരം കഴിഞ്ഞു, വഹി വന്നു. ഈ പറയുന്ന ആളുകൾ വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു, സൂറത്ത് തൗബയിലുള്ള ആയത്തുകൾ, ഈ പറയുന്ന യുദ്ധത്തിന് പോകാതെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരവും പ്രതിവിധിയും നൽകാതെ പിന്തിക്കപ്പെട്ട 3 ആളുകൾ, തൗബ പിന്തിക്കപ്പെട്ട ഈ 3 ആളുകൾ അള്ളാഹു അവർ തൗബ സ്വീകരിച്ചു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഈ വഹയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്തു. ഫദഹബന്നാസു യുബശ്ശിറൂനന, ഞങ്ങൾ 3 പേരെയും സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ആളുകൾ, മുഅ്മിനീങ്ങളായ സഹോദരന്മാർ പ്രയാസപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രയാസമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നിഅമത്തുകൾ ലഭിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിഅമത്തുകളാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദ, ഒരു വീട് പോലെയാണ്. അതിൻ്റെ ഓരോ
ഓരോ പാർട്ടുകളും ഭാഗങ്ങളും അതിനെ പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ഏറ്റവും അടിയിലുള്ള തറ ഫൗണ്ടേഷൻ, അതേപോലത്തെ ഇതുപോലത്തെ ഫില്ലറുകൾ, അതിൻ്റെ മേൽക്കൂരകൾ, അതിൻ്റെ ചുമരുകൾ, ഓരോ ഭാഗവും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. മറ്റ് ഹദീസിലുണ്ട്, ഒരു സ്വന്തം ശരീരം പോലെയാണ്. ആ ശരീരത്തിൽപ്പെട്ട കയ്യിനോ കാലിനോ ഏതെങ്കിലും ചെറിയൊരു ഭാഗത്ത് പ്രയാസം അനുഭവപ്പെട്ടാൽ ശരീരം മുഴുവനും ഉറക്കൊഴിച്ചുകൊണ്ട് പനി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ഭാഗത്തിനോട് അതിനോട് സഹായിയായി വർത്തിക്കുന്ന ഇതുപോലത്തെ സ്നേഹബന്ധമായിരിക്കും ദീനിലും ആദർശത്തിലുമുള്ള മുഅ്മിനീങ്ങൾ. ഞങ്ങളെ പല ഭാഗത്തിൽ കൂടെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ആളുകൾ പോയി. ഫദഹബ ഖിബല സാഹിബയ്യ മുബശ്ശിറൂൻ, എൻ്റെ 2 കൂട്ടുകാരുടെ അടുത്തേക്ക് സന്തോഷ വാർത്ത അറിയുന്ന ആളുകൾ പോയി. വറഖല റജുലുൻ ഇലയ്യ ഫറസൻ, ഒരാൾ കുതിരയുടെ പുറത്ത് കയറി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കുതിരയുടെ പുറത്ത് കയറിയിട്ട് എന്നെ അറിയിക്കാൻ വേണ്ടി ഓടി വന്നു. മിൻ അസ്ലമ ഖിബലി, ബനു അസ്ലം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എൻ്റെ ഭാഗത്തേക്ക് ഓടി വരാൻ കഴിയുന്ന ആളുകൾ ഓടി വന്നു. വഔഫൽ ജബൽ, ഈ വ്യക്തി അദ്ദേഹം മലയുടെ കുന്നിൻ്റെ മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കുതിര എത്തുന്നതിൻ്റെ മുമ്പ്, ഓടി വരുന്ന ആളുകൾ എത്തുന്നതിൻ്റെ മുമ്പ് ഈ ശബ്ദം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അത് കേട്ടു എന്നുള്ളത്. എത്ര വേഗത്തിലാണ് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ കഴിയുക? അത്ര വേഗത്തിൽ നമ്മുടെ സഹോദരന്മാർക്ക് അവരകപ്പെട്ട ദുരിതത്തിൽ നിന്ന് അവർക്ക് ആശ്വാസമാകുന്ന കാര്യങ്ങൾ, റിപ്പോർട്ടുകൾ, വിവരങ്ങൾ എത്തിക്കാൻ അതിനുള്ള ഈ പറയുന്ന അതിനു വേണ്ടിയുള്ള മത്സരം, അതിനു വേണ്ടിയുള്ള താല്പര്യം. ഒരാൾ ഓടി വന്നു, മറ്റൊരാൾ കുതിരയുടെ പുറത്ത് കയറി ഓടി വന്നു, വേറൊരാൾ കാൽനടയായി ഓടി വന്നു. ഇദ്ദേഹം മലയുടെ മുകളിൽ കയറി. ഫക്കാന സൗത്ത് അസ്റാ മിനൽ ഫറസി, ആ കുതിരക്കാനിയിലേറെ കാൽനടയായി ഓടി വരുന്നവരിലേറെയൊക്കെ വേഗത്തിൽ ഈ ശബ്ദം എൻ്റെ ചെവിയിലെത്തി എന്നുള്ളതാണ്. ഫലമ്മ ജാഅനി, അങ്ങനെ പിന്നെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ആ വ്യക്തി നേരിട്ട് എൻ്റെ അടുത്ത് വന്നു, ഈ ശബ്ദം കേട്ട ആള്. അപ്പോൾ ഫനസഅതു ലഹു സൗബയ്യ, ഞാൻ ധരിച്ചിരുന്ന എൻ്റെ 2 വസ്ത്രവും ഊരിയിട്ട് ആ വ്യക്തിക്ക് സന്തോഷ വാർത്ത അറിയിച്ചതിന് പ്രത്യുപകാരമായി ഞാൻ കൊടുത്തു. നന്മ ചെയ്താൽ അതിന് ശുക്ർ ചെയ്യുക, അതിന് നന്ദി ചെയ്യുക. പ്രത്യുപകാരമായി ആ 2 വസ്ത്രവും ഞാൻ അവന് ധരിപ്പിച്ചു. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, 2 വസ്ത്രം ഉണ്ടായിരുന്നു, അത് ഊരിയിട്ട് കൊടുത്തു. വല്ലാഹി മാ അംലികു ഗൈറഹുമാ യൗമഇദിൻ, അന്ന് ആ ഒരു ജോഡി വസ്ത്രമല്ലാതെ എൻ്റെ കയ്യിലില്ല, വേറൊരു വസ്ത്രം. നമുക്കിന്ന് ഇത് കേട്ടാലൊരു പക്ഷേ ഇതൊക്കെ അത്ഭുതമായി തോന്നുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അങ്ങനെയൊക്കെയാണൊക്കെ ഒരുപാട് കൂട്ടുകൾ ഉണ്ടായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിലേക്ക് ഒന്ന് പരിശോധിച്ച് കേട്ടു നോക്കിയാൽ ഇതൊക്കെ സർവ്വസാധാരണമായി ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ഇന്ന് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ ദുരിതങ്ങൾക്ക് അനുഭവിക്കുന്ന ആളുകളുണ്ട് താനും. ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി, അതേപോലെ തന്നെ ഒരു കഷ്ടം വസ്ത്രത്തിന് വേണ്ടി പഞ്ചമുള്ള ഫലസ്തീനിലുള്ള സഹോദരന്മാരുടെ ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് ഫറജും മഖ്റജും നൽകുമാറാവട്ടെ. മുസ്ലിമീങ്ങളായ ആളുകളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ശത്രുക്കൾ ഏത് നിലക്ക് ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കഠിനമായ അവൻ്റെ ശിക്ഷ കൊണ്ട് ആ കുഫാറുകളെ, ഫുജാറുകളെ, ശത്രുക്കൾ അള്ളാഹു പിടികൂടുകയും ചെയ്യുമാറാവട്ടെ. എനിക്കന്ന് അതല്ലാതെ വേറൊരു ജോഡി വസ്ത്രം എനിക്കില്ല. അങ്ങനെ വസ്തഅർതു സൗബൈൻ ഫലബിസ്തുഹുമ, വേറെ 2 ജോഡി വസ്ത്രം എൻ്റെ അയൽവാസി അടുത്തുള്ള ആളുകൾ ഞാൻ വായ്പ വാങ്ങി ധരിച്ച് വൻതൊലഖത്തു അതഅമ്മമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ പോയി. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് യതലഖാനിന്നാസു ഫൗജൻ, ആളുകൾ കൂട്ടമായി എന്നെ എതിരേൽക്കാൻ വേണ്ടി വന്നു. അള്ളാഹു ഞങ്ങളുടെ തൗബ സ്വീകരിച്ചതിൽ ഞങ്ങൾ ആശംസിക്കാനും ഞങ്ങൾക്ക് ആശംസാ വാക്കുകളും കാര്യങ്ങളും ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചു, ആ പറയുന്ന നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളുടെ അടുത്തേക്ക് കൂട്ടമായി വരാൻ തുടങ്ങി. അപ്പോൾ ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുകയാണ്. ഞാൻ ചെല്ലുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പള്ളിയിൽ ഇരിക്കുകയാണ്. വഹവലഹുന്നാസു, റസൂലിന്റെ ചുറ്റുഭാഗത്തും ആളുകളുണ്ട്. ഫഖാമ തൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹി യുഹർവിലു ഹത്താ സാഫഹനി വഹന്നഅനി, മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ് തൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ സദസ്സിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ഓടി വന്നിട്ട് എനിക്ക് കൈ തന്നു, എനിക്ക് ആശംസകൾ നേർന്നു, അദ്ദേഹം എന്നെ കൂട്ടിപ്പിടിച്ചു, ഈ കാര്യങ്ങൾ ചെയ്തു.
മുഹാജിറുകൾപ്പെട്ട ആളാണ്. കഅബ് റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞു അൻസാരികളിൽപ്പെട്ട ആൾ. വല്ലാഹി മാ ഖാമ റജുലുൻ മിനൽ മുഹാജിരീന ഗൈറു, മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഇദ്ദേഹമല്ലാതെ വേറെ ആരും അവിടെ സദസ്സിൽ നിന്ന് എണീറ്റ് വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. അപ്പോൾ മറ്റുള്ള സഹാബികൾ റസൂലിന്റെ തീരുമാനം കൽപ്പന എന്താണോ എന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കണം. ഖാല ഫകാന കഅബുൻ ലാ യൻസാഹാ ലിത്വൽഹ, ആ സമയത്ത് ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചെയ്ത ആ ഒരു അനുഭവം, ആ ഒരു പണി അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കലില്ലായിരുന്നു. പ്രത്യേകമായിട്ട് നമുക്കൊക്കെ നമ്മൾ അനുഭവപ്പെടുന്ന ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തതൊക്കെ. അങ്ങനെ ഫലമ്മാ സല്ലംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. അപ്പോൾ ഖാല വഹുവ യബ്റുഖു വജ്ഹുഹു മിനസ് സുറൂർ, സന്തോഷം കൊണ്ട് റസൂലിൻ്റെ മുഖം കത്തിപ്രകാശിക്കുകയാണ്. മുമ്പ് കാരണം പറയാൻ വേണ്ടി ചെന്ന സമയത്ത് ദേഷ്യം പിടിച്ച ഒരാളെ പുഞ്ചിരിയാണ് അന്ന് കണ്ടത്. ഇവിടെ സന്തോഷത്താൽ അവിടുത്തെ മുഖം കത്തിപ്രകാശിക്കുകയാണ്. വയഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബ്ശിർ അബ്ശിർ കഅബ് ഇബ്നു മാലിക്, സന്തോഷിച്ചോ. ബിഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദതുക ഉമ്മുക്, നിങ്ങളുടെ മാതാവ് നിങ്ങളെ പ്രസവിച്ചോളം മുതൽ ഈ വരെയുള്ള നിമിഷങ്ങളിൽ ഏറ്റവും നല്ല ഒരു ദിവസം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അദ്ദേഹത്തിനോട്, മാതാവ് പ്രസവിച്ച് ഈ സമയം വരെയുള്ള നിമിഷങ്ങൾ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ആ ദിവസം കൊണ്ട് സന്തോഷിച്ച കഅബേ. ഖാല, അപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അമിൻ ഇൻദിക യാ റസൂലല്ലാഹ്, ഇത് നിങ്ങളുടെ ഭാഗത്തിൽ നിന്നാണോ ഈ സന്തോഷ വാർത്ത റസൂലേ? നിങ്ങളാണോ ഈ സന്തോഷിപ്പിക്കുന്നത്? ഈ പറയുന്ന വിവരം നിങ്ങളുടെ ഭാഗത്തുനിന്ന്? അമ്മിൻ ഇൻദില്ലാ, അതല്ല ഇത് അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണോ? നോക്കി നിങ്ങൾ, സഹാബികൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രത്തോളം ആദരവും സ്നേഹവും ബഹുമാനം ഉണ്ടാകും. ഇന്ന് ഖുറാഫികൾ പറയും ഞങ്ങൾ ഹുബ്ബുർ റസൂലാണ്, റസൂലിനെ സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പരിധിയുടെ അപ്പുറത്തേക്ക് റസൂലിനെ ഉയർത്തിയിട്ട് അള്ളാഹുവിൻ്റെ ഹക്കുകളും അവകാശങ്ങളും, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമിലെ, ബഹുമാനാദരണീയരായ റസൂലേ, നിങ്ങളല്ലാതെ എനിക്ക് വിളിച്ചു തേടാൻ ആരുമില്ല, അള്ളാഹു ഒന്നുമില്ല, ഇപ്പുറം അള്ളാഹുവില്ലേ? അള്ളാഹുവിൻ്റെ ഹക്കുകളെ പ്രവാചകന് ഔലിയാക്കൾക്ക് കൊടുക്കുന്ന ഖുറാഫികൾ ഈ ഹദീസിൻ്റെ ഈ ഒരൊറ്റ തുണ്ടം മനസ്സിലാക്കി. സഹാബി ചോദിക്കുക, ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്തു നിന്നാണോ അതല്ല അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണോ? റസൂല് നമ്മളെ സന്തോഷിപ്പിച്ചാൽ തന്നെ സന്തോഷമല്ലേ? നിങ്ങൾ ബഹുമാന്യനാണ്, നിങ്ങൾ ആദരണീയനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി പറഞ്ഞു. അത് സന്തോഷമുള്ള കാര്യമല്ലേ? ആദരവല്ലേ? ആ സഹാബി ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ ഭാഗത്തിൽ നിന്നാണോ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നാണോ? അപ്പോൾ ഫഖാല ലാ ബൽ മിൻ ഇൻദില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഇത് അള്ളാഹുവിൽ നിന്നാണ്, ഇത് അള്ളാഹുവിൽ നിന്നാണ്, അതല്ലാതെ ഞാൻ സന്തോഷിപ്പിച്ചാൽ പോരെ, ഞാൻ പറഞ്ഞാലൊന്നും പോരെ എന്ന് പറയുന്ന തലക്കനൊന്നല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ താഴ്മ. അള്ളാഹുവിൽ നിന്നാണ്, എൻ്റെ ഭാഗത്തിൽ നിന്നല്ല. ഇത് വഹയാണ്, ഖുർആനാണ്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തനാറ വജ്ഹുഹു കഅന്ന വജ്ഹഹു ഖിത്അത്തു ഖമർ, റസൂൽ ഒരു കാര്യത്തിൽ സന്തോഷിക്കുമ്പോൾ അവിടുത്തെ മുഖം 14-ാം രാവിലുള്ള ചന്ദ്രൻ്റെ ഒരു കഷ്ണം പോലെ കത്തിപ്രകാശിക്കുന്നത് ഞങ്ങൾക്ക് കാണലുണ്ട്. ആ ഒരു അനുഭവം ഇവിടെ അറിയപ്പെട്ടു. വകുന്നാ നഅരിഫു ദാലിക്, ഞങ്ങൾ അതറിയലുണ്ടായിരുന്നു. ഖാല ഫലമ്മാ ജലസ്തു ബൈന യദൈഹി, റസൂലിൻ്റെ മുന്നിൽ ഞാൻ വന്നിരുന്നപ്പോൾ ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ, ഏതായാലും അള്ളാഹു സന്തോഷവാർത്ത തൗബ സ്വീകരിച്ചു, സന്തോഷവാർത്ത അറിയിച്ചു. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന മിൻ തൗബത്തി അൻ, എൻ്റെ നിങ്ങൾക്ക് ഇന്ന മിൻ തൗബത്തി അൻ അൻഖലിഅ മിൻ മാലി സദഖതൻ ഇലല്ലാഹി വ ഇലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വന്ന വീഴ്ച അതിൽ തൗബ സ്വീകരിച്ചതിന് നന്ദിയായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ ദാനമായി നൽകുകയാണ്. എൻ്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിലേക്ക്, അത് റസൂൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഒഴിവാക്കുകയാണ്. ഈ സമ്പത്താണ് ഈ ഒരു അവസ്ഥ എനിക്കുണ്ടാക്കിയത്. ഈ സമ്പത്തിനോടുള്ള താല്പര്യമാണ് എന്നെ ഈ സൽക്കർമ്മത്തിൽ മുന്നേറാൻ പ്രേരിപ്പിക്കാതെ പിന്നോട്ട് വലിച്ചത്. ഇനി ആ സമ്പത്ത് എനിക്ക് വേണ്ട. അള്ളാഹു അത് സ്വീകരിച്ച സ്ഥിതിക്ക് എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാനത് ഒഴിവാക്കണം അള്ളാഹുവിൻ്റെ ഭാഗത്തിലേക്ക്. റസൂല് നിങ്ങളത് അതിലെന്താണ് ചെയ്യേണ്ടത് കൈകാര്യം ചെയ്യുക പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക് ബഅദ മാലക്, സമ്പത്ത് മുഴുവൻ ചെലവാക്കണ്ട, അത് ഒഴിവാക്കണ്ട. നിനക്കത് ആവശ്യം വരും. ഫഹുവ ഖൈറുൽ ലക, അത് നിനക്ക് അത്യാവശ്യമായി നല്ലതാണ്. മുഴുവൻ സമ്പത്ത് ഒഴിവാക്കണം. ഖാല ഫഖുൽതു ഫഇന്നി ഉംസികു സഹമി അല്ലദീ ബി ഖൈബർ, എന്നാൽ ഖൈബർ യുദ്ധത്തിൽ വെച്ച് ഗനീമത്തായിട്ട് കിട്ടിയ സമ്പത്തുണ്ട്, തോട്ടങ്ങളും വിഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിടിച്ചു വെക്കാം. ബാക്കിയുള്ളത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ചെലവാക്കുകയാണ്. ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ഇന്നമാ അൻജാനി ബിസ്സുദ്ഖ്, ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ സത്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നത്.
എൻ്റെ അടുത്ത് പറ്റിയ തെറ്റ്, വീഴ്ച, അത് മാപ്പ് നൽകി തൗബ സ്വീകരിച്ച് എനിക്ക് രക്ഷ നൽകിയത് സത്യം ഞാൻ മുറുകെ പിടിച്ചത് കൊണ്ട് മാത്രമാണ്. സഹാബി പറയാണ്, അതുകൊണ്ട് ഇന്ന മിൻ തൗബത്തി അല്ലാ ഉഹദ്ദിസ ഇല്ലാ സിദ്ഖൻ മാ ബഖി. അതുകൊണ്ട് ഈ തൗബ അല്ലാഹു സ്വീകരിച്ചതിന് എൻ്റെ ഭാഗത്ത് നന്ദി എന്നുള്ള നിലയ്ക്ക് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സത്യമല്ലാതെ ഇനി ഞാൻ ആരോടും പറയൂല, ചെയ്യൂല. അദ്ദേഹം അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തു, ഒരാളോട് ഞാൻ സത്യമല്ലാതെ പറയൂല, സത്യമല്ലാതെ എൻ്റെ അടുത്തുള്ള പ്രവൃത്തികൾ ഉണ്ടാകൂല ജീവിതകാലം മുഴുവനും. ഖാല ഫവല്ലാഹി, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവാണ് സത്യം, മാ അലിംതു അന്ന അഹദൻ മിനൽ മുസ്ലിമീൻ, എനിക്കറിയൂല മുസ്ലിമീങ്ങൾപ്പെട്ട ആരെങ്കിലും ഒരാൾ അബ്ലാഹുല്ലാഹു ഫീ സിദ്ഖിൽ ഹദീസ്, സത്യം പറഞ്ഞതിൻ്റെ മേൽ അള്ളാഹു അവനെ പരീക്ഷിച്ചതായിട്ട്, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു അവനെ പരീക്ഷിച്ചതായിട്ട് എനിക്കറിയൂല. മുൻദു ദക്കർതു ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ യൗമി ഹാദാ, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ പറഞ്ഞോടെ മുതൽ ഈ ദിവസം വരെ സത്യം പറഞ്ഞതിൻ്റെ മേൽ അള്ളാഹു പരീക്ഷിച്ച ഒരാളെ എനിക്കറിയൂല. അഹ്സന മിമ്മ അബ്ലാനില്ലാഹു ബി, അള്ളാഹു എന്നെ ഈ പരീക്ഷിച്ചത് പോലത്തെ ഇത്ര നല്ലൊരു പരീക്ഷണം അള്ളാഹു പരീക്ഷ എനിക്കറിയൂല. സത്യം പറഞ്ഞു, അതിൻ്റെ പേരിൽ വല്ലാത്ത പ്രയാസകമായ പരീക്ഷണം, പക്ഷേ അതിൻ്റെ നല്ല പര്യവസാനം, ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് വേറെ അറിയൂല എന്ന് പറഞ്ഞു. അങ്ങനെ മകനോട് അദ്ദേഹം പറയാണ്, വല്ലാഹി മാ തഅമ്മത്തു കദിബതൻ മുൻദു ഖുൽതു ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ യൗമി ഹാദാ, അല്ലാഹുവിൻ്റെ റസൂൽ ഞാൻ ഈ വാക്ക് കൊടുത്തോടെ മുതൽ ഈ ദിവസം വരെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഞാനൊരു കളവോട് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്തൊരു കളവ് ഉണ്ടായില്ല. ജീവിതത്തിൻ്റെ അവസാന സമയമാണ്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ്, ശരീരം ബലഹീനമായി ശോഷിച്ചതാണ്. ആ സമയത്ത് പറയാം, അള്ളാഹുവിൻ്റെ റസൂലിനെന്ന വാക്ക് കൊടുത്തോടെ മുതൽ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഞാനൊരു കളവ് പറഞ്ഞിട്ടില്ല. വഇന്നീല അർജു അൻ യഹ്ഫദനില്ലാഹു ഫീമാ ബഖി, ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എൻ്റെ മരണം വരെ, ജീവിച്ചിരിക്കുന്ന അവസാനം വരെ അള്ളാഹു ഈ ഒരു പറയുന്ന നിലപാടിൽ എന്നെ സംരക്ഷിക്കണം, സത്യത്തിലായിക്കൊണ്ട് ജീവിച്ച് അതിലായി മരിക്കാൻ അള്ളാഹു എനിക്ക് സംരക്ഷണം തരണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവരുടെ കാര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ടാണ് സൂറത്ത് തൗബയിലുള്ള ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരി അല്ലദീന തബഉഹു ഫീ സഅത്തിൽ ഉസ്റത്തി എന്ന് പറയുന്ന അല്പം ദീർഘമായ ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, മുഹാജിരീങ്ങൾ അൻസാരികളുടെ മേൽ അള്ളാഹു തൗബ സ്വീകരിച്ചു എന്നുള്ളത്. തബൂക്ക് യുദ്ധത്തിന് അവർ പോയ സംഭവങ്ങൾ ഖുർആനിൻ്റെ തഫ്സീറുകൾ, ഈ ആയത്തിൻ്റെ തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അതുപോലത്തെ മറ്റ് ഹദീസുകളിൽ കേട്ടാൽ പ്രയാസകരമായ, സാമ്പത്തികമായി പ്രയാസമുള്ള സമയം, ദീർഘമായ യാത്ര, ശക്തരായ സൈന്യങ്ങൾ, കാലാവസ്ഥയുടെ അതികഠിനമായ ചൂട്, ഇങ്ങനത്തെ സമയത്താണ് യുദ്ധത്തിന് അവർ പോയത്. പോകുന്ന സമയത്ത് പല ആളുകളും ഒരു കാരക്കയൊക്കെ കുറച്ച് സമയത്ത് ഒരാൾ വായിലിടും, പിന്നീട് അത് അടുത്തുള്ള ആൾക്ക് കൊടുക്കും, ഇവൻ അതിൻ്റെ മേൽ കുറേ വെള്ളം കുടിക്കും, പിന്നീട് അടുത്തുള്ള ആളുകൾക്ക് കൊടുത്ത്, ഇങ്ങനത്തെ അവസ്ഥയിൽ ഒരു മൃഗത്തിൻ്റെ പുറത്ത് ഒന്നിൽ കൂടുതൽ ആളുകൾ പലപ്പോഴും, ഒരാൾ കുറച്ച് സമയം യാത്ര ചെയ്ത് പിന്നെ അവരിറങ്ങി വേറെ ആൾ യാത്ര ചെയ്ത്, പ്രയാസകരമായ അവസ്ഥകൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത്. വെള്ളത്തിൻ്റെ ക്ഷാമം അവർക്കുണ്ടായിരുന്നു, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. മനുഷ്യ സഹജമായി സഹാബികളിൽപ്പെട്ട ചില ആളുകളുടെ മനസ്സിൽ പോലും ഇത് അള്ളാഹുവിൻ്റെ റസൂലല്ലേ, അള്ളാഹുവിൻ്റെ ദീനിൽ ഇത്രത്തോളം നമ്മൾ പരീക്ഷണം നേരിടേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണോ, അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞതല്ലേ പോലത്തെ ചിന്തകൾ മനസ്സിൽ വന്നിരുന്നു എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, ആ പറയുന്ന മനസ്സിൽ തോന്നിയ തോന്നലുകൾ, ആ പറയുന്ന ധാരണകൾ, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു, മാപ്പ് കൊടുത്തു. അത്രയും പ്രയാസകരമായ യുദ്ധം, അത്രയും ദീർഘമായ യാത്ര, കഷ്ടപ്പാടുകൾ സഹിച്ച് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പന അനുസരിച്ച് കൊണ്ടുപോയ ആ സഹാബികൾ, മനുഷ്യ സഹജമായി അവരിൽ എന്തെങ്കിലും കുറവുകളോ വീഴ്ചകളോ വന്നു എന്നുണ്ടെങ്കിൽ അത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു നൽകിയിരിക്കുന്നു. والمهاجرين والأنصار الذين اتبعوه في ساعة العسرة, പ്രയാസകരമായ സമയത്താണ് പ്രവാചകന്റെ കൂടെ ഇവർ യുദ്ധത്തിന് പോകുന്നത്. ഈ പറയുന്ന ഭൗതികമായ പ്രയാസങ്ങൾ പലതുമുണ്ടായിരുന്നു. മിൻ ബാദി മാ കാദ യസീഖു ഖുലൂബു ഫരീഖിൻ മിൻഹും, അവരിൽപ്പെട്ട ചില ആളുകളുടെ മനസ്സുകൾ ശരിയായ നിലപാടിൽ തെറ്റാൻ മാത്രം അടുത്തായ പ്രയാസങ്ങൾ താങ്ങാൻ കഴിയാതെ, ثم تاب عليهم إنه بهم رؤوف رحيم, അള്ളാഹു അവരുടെ പശ്ചാത്താപം അവൻ സ്വീകരിച്ചു,
അള്ളാഹു റഹ്മത്തും അതേപോലെ തന്നെ റഅഫത്തും ദയയും വാത്സല്യവുമുള്ളവനാണ് അവൻ്റെ അടിമകളോട്. വഅല സലാസത്തില്ലദീന ഖുല്ലിഫു, ഈ പറയുന്ന മൂന്നാളുകൾ ഖുല്ലിഫു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുദ്ധത്തിന് പോകാതെ പിന്തിക്കപ്പെട്ടു എന്നല്ല. കഅബ് റളിയല്ലാഹു അൻഹു തന്നെ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിഹാരങ്ങൾ വരാതെ 50ഓളം ദിവസങ്ങൾ പിന്തിക്കപ്പെട്ട ആളുകൾ, അള്ളാഹു തൗബ സ്വീകരിച്ചു എന്ന് പറയുന്ന ആ വിവരം നൽകാതെ പിന്തിക്കപ്പെട്ട ഈ 3 ആളുകൾ. ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത്, ഭൂമി അവർക്ക് ഇടുങ്ങിപ്പോയി, കുടുസായിപ്പോയി അത് വിശാലമായതിനോട് കൂടെ. വളാഖത് അലൈഹിം അൻഫുസുഹും, അവരുടെ സ്വന്തം ശരീരങ്ങൾ, മനസ്സുകൾ അതുപോലും അവർക്ക് ഇടുങ്ങി മാനസികമായി വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിൽ വഹിയായിട്ട് അത് ഇറക്കി എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം പറഞ്ഞു എന്നുള്ളതാണ് ഈ പറയുന്ന മഹത്തായ ബഹുമാനാദരവ് ലഭിക്കാൻ അവരെ ആ സത്യം പറഞ്ഞ് ആ പറയുന്ന നിലപാട്, ആ പറയുന്ന ആദർശത്തിൻ്റെ ശുദ്ധി, അതാണ് അവരെ ഈ സ്ഥാനത്തിലേക്ക് എത്തിച്ചത്. ഈ പറയുന്ന സ്ഥാനത്തിലേക്ക് എത്തിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ അവസാനിപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ തഖ്വയുള്ളവരാവണം, സാദിഖീങ്ങളുടെ കൂടെയായിരിക്കണം. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സിദ്ഖ് നമ്മൾ മുറുകെ പിടിക്കുക. അല്ലാഹുവിനോട് ഇൻ തസ്ദുഖ് മഅല്ലാഹി യസ്ദുഖുക്, അല്ലാഹുവിനോട് സത്യവാനായി സത്യസന്ധതയോട് കൂടെ ആദർശം അത് മുറുകെ പിടിച്ചുകൊണ്ട് ഒരാൾ മുന്നേറുന്ന പക്ഷം അള്ളാഹു അവൻ്റെ സിദ്ഖിനെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ മുന്നേറാൻ അവന് തൗഫീഖ് നൽകി. അവൻ സാദിഖാണ് എന്ന് പറയുന്നത് അള്ളാഹു വെളിവാക്കുകയും അത് അംഗീകരിക്കും, അതിന് അംഗീകാരം കൊടുക്കുകയും സ്വീകരിക്കുകയും അതിൻ്റെ ആദരവും സഹായങ്ങളും ആ വ്യക്തിക്ക് നൽകുകയും ചെയ്യും. ഇതാണ് ഈ സഹാബി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്. ഇതുപോലത്തെ പ്രതിസന്ധികൾ, ഇതുപോലത്തെ പ്രകോപനങ്ങൾ, ഭീഷണികൾ, അതേപോലെ പ്രലോഭനങ്ങൾ, നമുക്ക് താല്പര്യമുള്ള, നമുക്ക് ഇഷ്ടപ്പെടുന്ന പരീക്ഷണങ്ങൾ പല രൂപത്തിലായി. വനബലൂക്കും ബിൽ ഖൈരി വശർരി ഫിത്ന, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്, ചിലപ്പോൾ നമുക്ക് പ്രയാസമുള്ള പരീക്ഷണങ്ങൾ പല രൂപത്തിൽ വരും. ആ സമയത്ത് ഇഖ്ലാസോടെ സിദ്ഖോടെ മുന്നേറുന്ന അടിമകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആദർശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. രക്ഷയും അതേപോലെ തന്നെ അതിലുള്ള തൗഫീഖും അള്ളാഹുവിൽ നിന്ന് ലഭിക്കും. ആദർശത്തിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും സമയത്ത് എന്തിൻ്റെങ്കിലും പേരിൽ ആളുകൾ പിന്നോട്ടടിക്കുന്നുണ്ടെങ്കിൽ അവരും മറ്റുള്ളവർക്കും അത് പരിശോധിക്കാവുന്നതാണ്. എന്തെങ്കിലും വീഴ്ചകൾ, എവിടെങ്കിലും കുറവുകൾ, ഏതെങ്കിലും പോരായ്മകൾ ഈ പറയുന്ന വ്യക്തികളിൽ ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ അപകടങ്ങളിൽ ചെന്നു ചാടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖാല കഅബുൻ, കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇരിക്കുന്നതിന് പ്രയാസമല്ല, ഇങ്ങനെ പോകാം. ഖാല കഅബുൻ റളിയല്ലാഹു അൻഹു വല്ലാഹി മാ അൻഅമ അല്ലാഹു അലയ്യ മിൻ നിഅമത്തിൻ ഖത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഒരു നിഅമത്തും ചെയ്തു തന്നിട്ടില്ല, അല്ലാഹുവാണ് സത്യം. ബഅദ ഇദ് ഹദാനില്ലാഹു ലിൽ ഇസ്ലാം, അല്ലാഹു എന്നെ ഇസ്ലാമിലേക്ക് ചേർത്തതിൻ്റെ ശേഷം, മുസ്ലിമാക്കി ഇസ്ലാമിലേക്കുള്ള ഹിദായത്ത് എനിക്ക് കിട്ടിയതിൻ്റെ ശേഷം അള്ളാഹു എനിക്കൊരു നിഅമത്തും ചെയ്തു തന്നിട്ടില്ല. അഅളമ ഫീ നഫ്സി മിൻ സിദ്ഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ സമയത്ത് സത്യം പറയാൻ എനിക്ക് കഴിഞ്ഞു, അതിനുള്ള തൗഫീഖ് ഉണ്ടായി എന്നുള്ള അതിലേറെ വലിയ ഒരു നിഅമത്തും എനിക്ക് കിട്ടിയിട്ടല്ല മുസ്ലിമായതിൻ്റെ ശേഷം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം പറയാനുള്ള തൗഫീഖ് അല്ലാഹു തആല എൻ്റെ മനസ്സിലിട്ട് തന്നു. അദ്ദേഹം ആദ്യം വിചാരിച്ചു കളവെന്തേലും പറഞ്ഞാലോ, അതിന് പറ്റുന്ന ആളുകളോടൊക്കെ അഭിപ്രായങ്ങൾ പലതും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. റസൂല് മദീനയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പറയുന്ന ബാത്തിലൊക്കെ മനസ്സിൽ നിന്ന് പോവുകയും സത്യം പറയാ, അതിൽ ഉറച്ചു നിൽക്കുക, വരുന്നത് വരും, ഈ പറയുന്ന തീരുമാനം എടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. ഇത്ര വലിയ നിഅമത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുസ്ലിമായതിൻ്റെ ശേഷം വന്നിട്ടില്ല. അല്ല അകൂന കദബ്തുഹു,
ഞാൻ റസൂലോട് കളവ് പറഞ്ഞില്ലല്ലോ. ഫഅഹ്ലിക കമാ ഹലകല്ലദീന കദബു, കളവ് പറഞ്ഞ കാപട്യമുള്ള മുനാഫിഖീങ്ങൾ അവർ നശിച്ചതുപോലെ ഞാൻ നശിച്ചില്ലല്ലോ. ആ പറയുന്ന മുനാഫിഖീങ്ങൾ തൽക്കാലം അവിടെ കളവ് പറഞ്ഞു റസൂലിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. തുടർന്നുള്ള ആയാത്തുകളിൽ മറ്റുള്ള സൂറത്തുകളിൽ കൂടി ഈ പറയുന്ന മുനാഫിഖീങ്ങളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും അവരുടെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും തുടരെ ആയത്തുകളിൽ കൂടെ പറഞ്ഞ് അള്ളാഹു അവരെ ഈ ലോകത്തും പരലോകത്തും അവരെ വഷളാക്കുകയും അവഹേളിക്കുകയും ചെയ്തു. ആ പറയുന്ന ഗതികേട് എനിക്ക് വന്നില്ലല്ലോ. ഫഅഹ്ലിക കമാ ഹലകല്ലദീന കദബു ഇന്നല്ലാഹ ഖാല ലില്ലദീന കദബു, കളവ് പറഞ്ഞ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഹീന അൻസലൽ വഹ്യ, അവൻ വഹി ഇറക്കിയ സമയത്ത് റസൂലിൻ്റെ പേര് തൗബ സ്വീകരിച്ചു, മുഹാജിരീങ്ങൾ അൻസാരികളെ തൗബ സ്വീകരിച്ചു. ഞങ്ങൾ ഈ മൂന്നാളുകളെ കാര്യം അള്ളാഹു എടുത്തു പറഞ്ഞു. വഅല സലാസത്തില്ലദീന ഖുല്ലിഫൂ എന്ന് മൂന്നാളുകളെ പ്രത്യേകിച്ച് പറഞ്ഞു, കൂട്ടത്തിൽ പറയാതെ. ആദരവ്, മഹത്തായ ആദരവ്, സത്യത്തിൻ്റെ വിജയം. നേരെ മറിച്ച് കളവ് പറഞ്ഞ ആളുകളെ കുറിച്ച് ഇങ്ങനെ വഹി പറയുന്ന സമയത്ത് ശർറ മാ ഖാൽ അല്ലാഹു ലി അഹദിൻ, ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറയുന്ന ഏറ്റവും ചീത്തപ്പെട്ട പ്രയോഗങ്ങൾ, ചീത്തപ്പെട്ട നിലക്കാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു സയഹ്ലിഫൂന ബില്ലാഹി ലക്കും ഇദൻ ഖലബതും ഇലൈഹിം, അള്ളാഹുവിൻ്റെ റസൂലേ യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു വന്നാൽ കപടവിശ്വാസികളായ ആളുകൾ നിങ്ങളോട് സത്യം ചെയ്ത് പറയാൻ നിൽക്കുകയാണ്. ലിതുഅരിദു അൻഹും, അവരെ എന്തെങ്കിലും ശിക്ഷാ നടപടികളോ എതിർപ്പുകളോ വെറുപ്പുകളോ ഒന്നും അവർക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നില്ലാതെ നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി അവർ നിങ്ങളോട് സത്യം പറയും. ഫഅരിദു അൻഹും, നിങ്ങൾ അവൻ തിരിഞ്ഞു പോയിക്കോളി. ഇന്നഹും റിജ്സുൻ, അവർ മ്ലേച്ഛമാണ്, വൃത്തിഹീനരാണ്, അവർ അശുദ്ധമാണ്. വമഅവാഹും ജഹന്നം, അവരുടെ പാർപ്പിടം നരകമാണ്. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിൻ്റെ പ്രതിഫലം എന്നോണം. യഹ്ലിഫൂന ലക്കും ലിതർളൂ അൻഹും, അവരെ തൃപ്തിപ്പെടാൻ വേണ്ടി നിങ്ങളോട് സത്യം ചെയ്ത് പറയും മുനാഫിഖീങ്ങൾ. ഫഇൻ തർളൂ അൻഹും, നിങ്ങൾ അവരെ തൃപ്തിപ്പെട്ടാൽ പോലും ഫഇന്നല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ, ആ തമ്മാടികളായ ആ കാപട്യമുള്ള കുഫാറുകളെ അള്ളാഹു അവരെ തൃപ്തിപ്പെടുകയില്ല. അവർ ഉള്ളിൽ പൂർണ്ണമായ കുഫറുള്ള ആളുകളായിരുന്നു, പുറത്ത് മാത്രം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കാഫിരീങ്ങളാണ്, മുനാഫിഖീങ്ങൾ കുഫാറുകളാണ്. നേരെ മറിച്ച് കളവ് പറയുക, വാഗ്ദത്ത ലംഘനം ചെയ്യുക, അതേപോലെ പറഞ്ഞ കാര്യങ്ങൾ വിരുദ്ധം, ഈ പറയുന്ന പ്രവൃത്തിയിലുള്ള വിശ്വാസം ആദർശമൊക്കെ ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളതും ആയിരിക്കും. പ്രവർത്തനത്തിൽ ചിലപ്പോൾ കളവ് പറയുന്ന ആളുകൾ, വാക്ക് പാലിക്കാത്ത ആൾ, അത് പ്രവർത്തനത്തിലുള്ള കാപട്യമാണ്. രണ്ട് നിലയ്ക്ക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവർ ആദർശപരമായിട്ട് കുഫാറുകളായ മുനാഫിഖീങ്ങളാണ്. ഫഇന്നല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. ഖാല കഅബ്, കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ ഖുല്ലിഫ്നാ വഅല സലാസത്തി അല്ലദീന ഖുല്ലിഫൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ പിന്തിക്കപ്പെട്ടു. അയ്യുഹ സലാസ, ഞങ്ങൾ മൂന്നാളുകളെ. അൻ അംരി ഉലൈക അല്ലദീന ഖബില മിൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ കാരണം സ്വീകരിച്ച ആളുകളെ ആ സമയത്ത് തീരുമാനമെടുക്കാതെ പിന്തിക്കപ്പെട്ടു ഞങ്ങൾ മൂന്നാളുകളെ എന്നുള്ളതാണ്. വഅർജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറനാ ഹീന ഖലല്ലാഹു ഫീഹി, ആ റസൂൽ ഞങ്ങളിൽ തീരുമാനമെടുക്കാതെ പിന്തിച്ചു. അതാണ് ഈ ഖുല്ലിഫു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അതല്ലാതെ വലൈസല്ലദീ ദക്കറല്ലാഹു മിമ്മാ ഖുല്ലിഫുനാ തഖല്ലുഫുനാ അനിൽ ഗസ്വ്, ഞങ്ങളെ പിന്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകാതെ പിന്തിക്കപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. തൗബ സ്വീകരിക്കാതെ ഞങ്ങളുടെ കാര്യങ്ങൾ പിന്തിക്കപ്പെട്ടു എന്നാണ് എന്ന് കഅബ് റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മകന്. വഇന്നമാ ഹുവ തഖ്ലീഫുഹു ഇയ്യാനാ വഇർജാഉഹു അംറനാ അമ്മൻ ഖലഫ ലഹു, റസൂലോട് സത്യം ചെയ്ത് പറഞ്ഞ മുനാഫിഖീങ്ങളായ ആളുകളെ കാര്യങ്ങൾ ആ പറയുന്നത് കൊള്ള അപേക്ഷിച്ച് ഞങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം വരാതെ പിന്തിക്കപ്പെട്ടു എന്നാണ് വഅല സലാസത്തില്ലദീന ഖുല്ലിഫു എന്ന് പറഞ്ഞ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം അത് വിശദീകരിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രം, വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു എന്നുള്ളത്. ഇതാണ് മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന മഹാന്മാരായ ബദരീങ്ങളായ ആ രണ്ട് സ്വഹാബികളുടെയും ജീവചരിത്രം. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ ഈ പറയുന്ന ഹദീസ് പറഞ്ഞ് അതിൽ നിന്ന് നമുക്ക് പാഠമാക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ, 10, 60, 70 ഒക്കെ ഫായിദകൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ പരീക്ഷണങ്ങളും കാര്യങ്ങളും വരുമ്പോൾ പാഠമാക്കാൻ പറയുന്നതുണ്ട്. അതിൻ്റെ പുറമെ ആ കാര്യങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഈ ചരിത്രം അത് നമ്മൾ വായിച്ച് കേൾക്കുന്ന പക്ഷം ഇതിൽ നിന്ന് നമുക്ക് പാഠമാക്കാനുള്ള ഏറ്റവും ആദ്യം ജീവിതത്തിൽ ഇഖ്ലാസും സിദ്ഖും നാം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്.
നമ്മുടെ മുന്നിൽ എന്ത് തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്, നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിലും, ഭീഷണികൾ ഏതാണെങ്കിലും സത്യത്തോടുകൂടെ നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ വജഹുദ്ദേശിച്ചുകൊണ്ട് സിദ്ഖോടുകൂടെ നാം മുന്നേറുന്ന പക്ഷം താൽക്കാലികമായി ചിലപ്പോൾ ചില പ്രയാസങ്ങളോ ദുരിതങ്ങളോ യാതനകളോ പരീക്ഷണങ്ങളോ നേരിടേണ്ടി വന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഈ സഹാബികൾക്ക് അതുപോലത്തെ പര്യവസാനം, നല്ല പര്യവസാനം കൊണ്ട് മുഅ്മിനീങ്ങളായ അവൻ്റെ സ്വാദിഖീങ്ങളായ അടിമകളെ ആദരിക്കും, ബഹുമാനിക്കും. പരീക്ഷണങ്ങളൊരു പക്ഷേ നേരിടും, പ്രതിസന്ധികളൊരു പക്ഷേ ഉണ്ടാകും. എങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബഹുമാന ആദരവുകൾ നൽകിക്കൊണ്ട് അവൻ്റെ സ്വാദിഖീങ്ങളായ അടിമകളെ അവൻ സഹായിക്കും. ആദർശത്തിൽ മുന്നേറാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. ചില ഫായിദകൾ അതിൽ നിന്ന് നമുക്ക് പാഠമാക്കാവുന്ന ചില കാര്യങ്ങൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ബദറിലേക്ക് പോയത് ഷാമിൽ നിന്ന് കച്ചവട സംഘവുമായി അബൂ സുഫിയാനും കൂട്ടരും വരുമ്പോൾ അവരുടെ ആ കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു. ആ പറയുന്ന സംഭവം കുഫാറുകൾ, മുശ്രിക്കീങ്ങളായ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരുടെ സമ്പത്തും അതേപോലെ തന്നെ ഭവനങ്ങളും സ്ഥാപനങ്ങളും അനർഹമായി കാരണമില്ലാതെ ഇതുപോലെ കൈയടക്കി വച്ചാൽ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അവരത് തിരിച്ചു പിടിക്കാനുള്ള അനുവാദം, അതിനുള്ള സമ്മതം അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിൻ്റെ ഭാഗത്തേക്ക് ആ കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി പോയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്. അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. കാരണം അവരുടെ വീടുകളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും തോട്ടങ്ങളും വിഭവങ്ങളും മറ്റുള്ളവർ കൈയടക്കി വെച്ചതാണ്. ആദർശത്തിൻ്റെ പേരിൽ അവർ ആ നാട്ടിൽ ഇവർക്ക് പൊറുതി കൊടുക്കാതെ നിന്നു പോകാൻ അനുവദിക്കാതെ ആ നാട്ടിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് ആ സംഭവം അവിടെ നടന്നത്. അതേപോലെ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ തന്ത്രങ്ങൾ, ആവശ്യത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരി. യുദ്ധം എന്ന് പറയുന്നത് അത് ഇസ്ലാമിൽ ഏത് കാലഘട്ടത്തിൽ ഏത് നാട്ടിൽ നടക്കുകയാണെങ്കിലും അതിന് നേതൃത്വമുണ്ട്, അതിന് ഭരണാധികാരി വേണം, അതിനൊരു ഇമാമ് വേണം. അതില്ലാതെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ ആൾക്കൂട്ടങ്ങൾ അതിനുവേണ്ടി പോകുക എന്ന് പറഞ്ഞ് ഇസ്ലാമികമായ യുദ്ധത്തിൻ്റെ രീതികളിൽ പെട്ടതേ അല്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന അമീറുണ്ടാകും, ഭരണാധികാരി ഉണ്ടാകും, ഇമാമുണ്ടാകും. ആ ഇമാമിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് അതിൽ മുസ്ലിമീങ്ങളായ ആളുകൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഏതെങ്കിലും ഭീഷണികളോ ആക്രമണങ്ങളോ വരുന്നതിനനുസരിച്ച് മുസ്ലിമീങ്ങൾ എടുത്തു ചാടി ഇതുപോലത്തെ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പാടില്ല. ആ പറയുന്നതിലുള്ള കാര്യങ്ങളാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് മദീനയിൽ കുടുംബത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പകരമാക്കിയിരുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ശത്രുക്കളായ പ്രത്യേകിച്ച് ഷിയാക്കൾ, റാഫിദികളായ ആളുകളൊക്കെ അലി റളിയല്ലാഹു അൻഹു ബഹുമാന ആദരണീയനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് പകരക്കാരനാക്കി അദ്ദേഹത്തിനെയാണ് ആക്കിയിരുന്നത്. അതുകൊണ്ട് റസൂലിൻ്റെ വഫാത്തിൻ്റെ ശേഷം ഇമാമായി, ഭരണാധികാരിയായി അദ്ദേഹമാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ പറയുന്നതൊന്ന് വേറെയാണ്, ഈ കാര്യങ്ങൾ മറ്റൊന്നാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ മുനാഫിഖീങ്ങളും മറ്റുള്ള ആളുകളും വിമർശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി തൂരി സീന പർവ്വതത്തിലേക്ക് പോയപ്പോൾ പകരമായി കൊണ്ട് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബനൂ ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. ആ പറയുന്നത് പോലെ ഒരു സ്ഥാനത്താണ് അലി ഞാൻ ഇന്നെ ഇവിടെ നിർത്തുന്നത്. അതല്ലാതെ മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ പറയുന്ന വിമർശനങ്ങൾ നീ ചെവിക്കൊള്ളേണ്ട എന്ന് പറഞ്ഞ സംഭവങ്ങൾ ആ ഒരു പ്രത്യേകമായ സമയത്ത്, ഈ യുദ്ധത്തിന് പോകുന്ന സമയത്ത് മദീനയിലുള്ള കാര്യങ്ങൾ നോക്കാൻ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ ശേഷം പിന്നീട് മുസ്ലിം ഉമ്മത്തിൻ്റെ നേതൃത്വത്തിൽ വരേണ്ടത് ഈ പറയുന്ന ഖുലഫാ ഉർ റാഷിദുകളാണ് എന്നുള്ളതിന് അതിന് കൃത്യമായ ഹദീസുകളിൽ കൂടെ, സൂചനകളിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ അറിയിച്ച പല സംഭവങ്ങളും ഉണ്ട് താനും. ആ പറയുന്ന കാര്യങ്ങളിൽ ഉണ്ട് താനും. അതേപോലെ മറ്റൊരു കാര്യം, ദീനിൽ ആദർശത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി അതിൽ ശ്രദ്ധയും സൂക്ഷ്മതയും കാണിക്കുന്ന ആളുകളാണെങ്കിൽ, ആദർശത്തിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയും സൂക്ഷ്മതയും കാണിക്കുന്ന, അതിന് താല്പര്യവും തയ്യാറുമുള്ള ആളുകളാണെങ്കിൽ, അത്രത്തോളം ആദർശത്തിൽ കണിശതയും സൂക്ഷ്മതയും ഇല്ലാത്ത ആളുകളെ അപേക്ഷിച്ച് ഇവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി ലഭിക്കും. അതുണ്ടാകും, അത് ചെയ്യേണ്ടതാണ്. ഇവിടെ ഹിലാൽ
കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹിലാൽ ഇബ്നു അബി ഉമയ്യ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പേര് ഹിലാൽ ഇബ്നു ഉമയ്യ, ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ട് ഭാര്യയുടെ സഹായവും കാര്യങ്ങളും അനുവദിച്ചു കൊടുത്തു. കഅബ് റളിയല്ലാഹു അൻഹു ഭാര്യയെ പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇതൊക്കെ ആദർശത്തിലുള്ള ആളുകളുടെ സ്പിരിറ്റിനും അതിലുള്ള സ്ഥാനങ്ങൾക്കനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഈ പറയുന്ന കാര്യങ്ങളിൽ ഉണ്ടാകും. അത് ഈ ഹദീസിൽ നിന്ന്, ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഒരു മനുഷ്യൻ അദ്ദേഹം ഫിത്നയിലും അതേപോലെ തന്നെ കുഴപ്പങ്ങളിലും ചെന്ന് ചാടൂല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നന്മകൾ പറയുന്നതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ഇബ്നു മാലിക് വന്ന സമയത്ത് അബ്ശിർ യാ കഅബ് ഇബ്നു മാലിക്, നിൻ്റെ മാതാവ് നിന്നെ പ്രസവിച്ച ആ ദിവസം മുതൽ ഇതുവരെയുള്ള ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ ദിവസം കൊണ്ട് നീ സന്തോഷിച്ചോ കഅബ് ഇബ്നു മാലിക് എന്ന് അദ്ദേഹത്തിനോട് മുഖത്ത് നോക്കി പറഞ്ഞു. അദ്ദേഹം അതിൽ ഫിത്നയിൽ അകപ്പെടൂല, അദ്ദേഹത്തിന് താൻ പൊരിമയോ അങ്ങനത്തെ കിബറോ അതല്ലെങ്കിൽ ദുഷിച്ച ചിന്തകളോ പിടികൂടൂല എന്ന് ബോധ്യമുള്ള സമയങ്ങളിൽ നന്മ പറയുന്നതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു എന്നുള്ള. അതേപോലെ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുടെ ശ്രേഷ്ഠതകൾ, അവരുടെ ബഹുമാന ആദരവുകൾ, പരീക്ഷണങ്ങളിൽ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് അതിൽ ഉത്തമരായ ആളുകളെയായിരിക്കണം നാം മാതൃകയായി കണ്ടുവെക്കേണ്ടത്. ഉത്തമരായ ആളുകൾ നമ്മുടെ മുന്നിൽ നേരിടുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമ്മളിലേറെ ആദർശപരമായിട്ടും കാര്യങ്ങളിലും താഴെയുള്ള ആളുകളിലേക്ക് നോക്കി അധപ്പതനത്തിലേക്ക്, തകർച്ചയിലേക്ക് പോകുന്നതിന് പകരം നമ്മളിലേറെ ആദർശത്തിൻ്റെ കാര്യത്തിൽ ഉന്നതരായ വ്യക്തിത്വങ്ങളെ കണ്ട് മനസ്സിലാക്കി അവരെ മാതൃകയാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അപ്പോഴേ നമുക്ക് ആ പരീക്ഷണങ്ങൾ വിജയിക്കാനും അതിലേറെ മുന്നേറാനും നമുക്ക് സാധിക്കുകയുള്ളൂ. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ വരുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയങ്ങൾ, അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ ഞാൻ പിന്നെ ചെയ്യാം, ഇനിയും സമയമുണ്ട്, അവസരമുണ്ട്, എനിക്കത് പ്രയാസമല്ല എന്ന് കരുതി തസ്വീഫ് എന്ന് പറയും ഉലമാക്കളതിന്, പിന്നീട് ചെയ്യാമെന്ന് പറയുന്ന അതൊരിക്കലും നമ്മെ പിടികൂടരുതേ. കഴിവിൻ്റെ പരമാവധി നന്മയിൽ നമ്മൾ മുന്നേറാൻ തയ്യാറാകണം. ഒരു പക്ഷേ നമ്മുടെ ആയുസ് എത്രയുണ്ട്, ആരോഗ്യം എത്രയുണ്ട്, സാമ്പത്തിക സ്ഥിതി നമുക്ക് നഷ്ടപ്പെടൂ. ഓരോ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഹജ്ജ് നടക്കുന്ന സമയമാണ്. ഇതുപോലത്തെ സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, അതിന് ശ്രമിക്കുക, കഴിവിൻ്റെ പരമാവധി വേഗത്തിൽ. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. മുന്നേറുന്ന ആളുകൾ നല്ല കാര്യങ്ങളിൽ മുന്നേറുക, അതിന് മത്സരിക്കുക, അതിന് മുന്നേറാൻ വേണ്ടി തയ്യാറാവുക. എനിക്ക് സമയമുണ്ട്, അവസരമുണ്ട് എന്ന് പറഞ്ഞ് അത് നഷ്ടപ്പെടാനും ഒരിക്കലും നമ്മൾ കാരണക്കാരാവരുതേ. അത് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വ്യക്തമായൊരു സംഭവമാണ്. പിന്നെ മുസ്ലിമീങ്ങളായ ആളുകളെ അവരുടെ അസാന്നിധ്യത്തിൽ പ്രത്യേകിച്ച് ആരെങ്കിലും വിമർശിക്കുകയെ അതിന് പകരം അതിന് മറുപടി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കൂടി വിമർശിക്കുന്നവരുടെ കൂടാതെ ഗീബത്തിൽ ഭാഗവാക്കാകാതെ അതിനെ തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞു ഉണർത്താനും മുഅ്മിനീങ്ങളായ ആ സഹോദരങ്ങളെക്കുറിച്ച് നല്ലത്, അവരുടെ നന്മ പറഞ്ഞ് അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കാനും നമ്മൾ തയ്യാറാവണം. ഇവിടെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച ഒരിക്കലും ഉണ്ടാകരുത്. മുസ്ലിമീങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനോ ഛിദ്രതയുണ്ടാകാനോ അവർ തമ്മിൽ അകലങ്ങളിലേക്ക് പോകുന്ന വാക്കുകൾ, പ്രവൃത്തികൾ അത് വളരെ സൂക്ഷ്മമായി, വളരെ ജാഗ്രതയോടെ നാം ശ്രദ്ധിക്കണം. ചെറിയൊരു വാക്കിൻ്റെ പേരിൽ അത് വലുതായി വലിയ ഫിത്നകളും വലിയ അകൽച്ചകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അതിലുള്ള നമ്മൾ കൊടുക്കരുതേ. മുഅ്മിനീങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ നല്ല ധാരണയും നല്ല തോന്നലും ചിന്തയുമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് പള്ളിയിൽ വന്നിരിക്കുന്ന സംഭവം അത് ഞാൻ പറഞ്ഞു. തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ, പാപങ്ങൾ പിടിപെട്ടാൽ, നമ്മുടെ അടുത്ത് തെറ്റുകൾ, കുറ്റങ്ങൾ വന്നാൽ കരയണം, നമ്മൾ തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം, കുറ്റബോധം പിടികൂടണം, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കണം.
അള്ളാഹുവിലേക്ക് സങ്കടപ്പെട്ടുകൊണ്ട് കുറ്റബോധത്തോടുകൂടെ തകർന്ന മനസ്സുമായി മുന്നേറണം. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുകയും ആ പറ്റിയ തെറ്റിനീലേറെ ഉയർന്നമായ വിധാനത്തിലേക്ക്, പദവിയിലേക്ക് അള്ളാഹു അവൻ്റെ അടിമകളെ ഉയർത്തുകയും ചെയ്യും. ഈ പറയുന്ന സഹാബികൾ അവർ കരഞ്ഞത്, അവർ സങ്കടപ്പെട്ടത്, ശക്തനായ കരുത്തനായ കഅബ് റളിയല്ലാഹു അടക്കം സങ്കടം കൊണ്ട് കരഞ്ഞത്, മനസ്സിടുങ്ങിയത് കാര്യങ്ങൾ ഇതിൽ നമ്മൾ കേട്ടു. മുസ്ലിം പൊതുവിൽ ഭരണാധികാരികൾ, ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ആളുകളുടെ കാര്യങ്ങൾ പരസ്യമായി കാണുന്നതിനനുസരിച്ച് ഉള്ളിൽ എന്താണ്, രഹസ്യം എന്താണ്, അങ്ങനെയായിരിക്കും, അവനാ പറഞ്ഞത് ഇതായിരിക്കും പോലത്തെ രഹസ്യങ്ങളിലേക്ക് പോകാതെ പരസ്യത്തിന് മേൽ നമ്മൾ നടപടിയെടുക്കുക, തീരുമാനങ്ങൾ എടുക്കുക, രഹസ്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. ഹജറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. തെറ്റ് ചെയ്ത ആളുകളോട് ഹജർ ചെയ്യുന്നത് 3-ൽ കൂടുതൽ ദിവസം, 2 മുസ്ലിമീങ്ങൾ തമ്മിൽ 3 ദിവസത്തിലേറെ കൂടുതൽ ഇതുപോലെ ഹജർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഈ പറയുന്നത് 3-ൽ കൂടുതൽ ദിവസം ഹജർ ചെയ്യാം. അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന വ്യക്തികൾക്ക് നന്മയും ആദർശത്തിൽ ശുദ്ധിയും അവിടെ തെറ്റിൽ നിന്ന് പിന്മാറലൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച്. അതല്ലാതെ ഒരൊറ്റടിക്ക് ഹജർ ചെയ്യുക എന്നോ നസീഹത്തൊന്നും കൊടുക്കാതെ അങ്ങനെയല്ല, അതിൻ്റെ പിന്നിലുള്ള വരുംവരായികൾ, മസ്ലഹത്തുകൾ, മഫ്സദത്തുകൾ പോലത്തെ കാര്യങ്ങളൊക്കെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനോട് പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. ഇവിടെ തെറ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നപ്പോൾ, വീഴ്ച വന്നപ്പോൾ ദേഷ്യമുള്ള ഒരാളെ പോലത്തെ പുഞ്ചിരിയാണ് അവിടെ കാണിച്ചത്. ഇത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ, അള്ളാഹു പ്രശംസിച്ചതാണ്. ചില ആളുകളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകണമെന്ന് പറയുമ്പോൾ എല്ലാവരോടും ചിരിച്ച്, എല്ലാവരോടും സ്നേഹത്തിൽ, അങ്ങനല്ല. തെറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും അവരോട് ഇതുപോലത്തെ നിലപാടുകൾ സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇതുപോലത്തെ തൻ്റെ അനുചരന്മാർ അവർക്ക് വീഴ്ച പറ്റിയപ്പോൾ മനഃപൂർവ്വം അവർ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഈ പറയുന്ന പുഞ്ചിരിയിൽ പോലും അത് പ്രകടമാക്കി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുഞ്ചിരിയിൽ പോലും എല്ലാവരോടും ചിരിക്കുന്ന ആളാണ്, നല്ല സ്വഭാവത്തിൽ. അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളും സമീപിച്ചത്, നിലപാടെടുത്തത്, അത് കൃത്യമായി പഠിച്ച ഒരാൾ ജീവിതത്തിൽ പകർത്ത്. അപ്പോഴാണ് അവൻ നല്ല സൽ സ്വഭാവത്തിൻ്റെ ഉടമയാവുകയുള്ളൂ. കളവ് പറയരുത് ജീവിതത്തിൽ, വാക്കിലും പ്രവൃത്തിയിലും ഒരിക്കലും കളവില്ലാതെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കളവ് ഫുജൂരിയത്തിലേക്കാണ് അത് മനുഷ്യനെ കൊണ്ടുപോകുക, അത് നരകത്തിലേക്കാണ് ആ മനുഷ്യനെ എത്തിക്കുക. സിദ്ഖ് അത് ബിർറിലേക്കാണ് ഒരു മനുഷ്യനെ അത് കൊണ്ടുപോവുക, അത് സ്വർഗത്തിലേക്ക് അവനെ എത്തിക്കും. ജീവിതത്തിൽ സത്യത്തോടുകൂടെ സത്യസന്ധനായി ജീവിക്കാൻ നമ്മൾ തയ്യാറാകുക. ഈ സ്വഹാബി തീരുമാനമെടുത്തതുപോലത്തെ തീരുമാനമെടുക്കാൻ നമ്മൾ തയ്യാറാവുക. ഇതുപോലത്തെ കാര്യങ്ങളാണ് ഇനി മറ്റുള്ള സദസ്സുകളിലൊക്കെ വീണ്ടും നിങ്ങൾ കേൾക്കുകയും ഇതുപോലത്തെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ ആദർശത്തിൽ, ഈ ഒരു സ്നേഹബന്ധത്തോടു കൂടെ അവൻ്റെ ദീനിൻ്റെ സഹായികളായി മുന്നേറാൻ അവൻ തൗഫീഖ് നൽകാൻ ഈ പറയുന്ന ഇഖ്ലാസ്, സിദ്ഖ് പോലത്തെ കാര്യങ്ങൾ കൈമുതലായി സ്വീകരിക്കുകയും ചെയ്യാൻ ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു സദസ്സ് 1 മണിക്കൂറിലേറെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ പ്രയാസമോ അലസതയോ ഉണ്ടാകും എന്നൊരു പേടി എനിക്കുമുണ്ട്. നിങ്ങൾ ബാറക്കല്ലാഹ് ശ്രദ്ധയോടെ കേട്ടിരുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ. ബാറക്കല്ലാഹു ഫീക്കും. പറഞ്ഞതിന് എന്തെങ്കിലും അവ്യക്തതയോ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി.